നമ്മളൊരു നിയ്യത്തുണ്ട്, ഇതിനൊക്കെ ഒരു നിയ്യത്തുണ്ട്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാ റബ്ബേ പടച്ചോനെ എന്നുള്ള നിയ്യത്ത്. അള്ളാഹുവെ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ ശരീരം കൊണ്ട് തന്നെ ഒക്കെ ചെയ്യാൻ നീ ആവതാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇരിക്കാം. നമുക്ക് ആദ്യം പോകാനുള്ള വാതിൽ ബാബുസലാം. എന്താ പേര്? ചില ആളുകൾ പറയും ബാബുസലാമൊന്നും ഇപ്പം കിട്ടൂല, ഓനിക്ക് കിട്ടൂലെങ്കിൽ വേണ്ട. ബാബുസലാമൊന്നും ഇപ്പോൾ കിട്ടൂല എന്ന് പറയും ചില ആൾക്കാർ. കിട്ടാത്തവനും ഓനിക്ക് കിട്ടണ്ട. നമ്മളെ കാര്യമല്ലേ നോക്കേണ്ടത്. നമ്മൾ പരിശ്രമിക്കണം, ചോദിക്കണം, അറിയണം. ഇനി ഇൻഷാ അല്ലാ ബാബുസലാമിൽ വർക്ക് നടക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ വേറെന്തെങ്കിലും പണിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സമയമാണെങ്കിൽ നമുക്കൊക്കെ പോകാനുള്ള നമ്പർ 1 ഒന്ന് നോക്കിക്കോളി. ഇവിടെ പഴയ കാലത്തെ പോലെയല്ല, 95 വാതിലാണ് മസ്ജിദുൽ ഹറാമിന്. എത്ര വാതിലാണ്? കഅബത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി മസ്ജിദുൽ ഹറാം. എത്ര വാതിലുണ്ട്? 95 വാതിലുണ്ട്. 8 കവാടങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിലേറ്റവും അറിയപ്പെട്ടത് 1-ാം നമ്പർ ഗേറ്റാണ്. ഏതാണ്? സർക്കാർ ഹാജിമാർ മുഴുവനും താമസിക്കുന്ന ഭാഗത്ത് നിന്ന് വരുമ്പോൾ അവരെ ബസ് ആ ടണലിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പം അജിയാദ് വഴി നേരെ വന്നാൽ ബാത്റൂം നമ്പർ 3, പള്ളിക്ക് കിടക്കണ വാതിൽ 1. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്തിനാ? നമ്മളെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ കാണാതെ ആയാൽ ഞാൻ 1-ാം നമ്പർ വാതിലിൻ്റെ അടുത്ത് നിൽക്കാം, ഞാൻ 3-ാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് നിൽക്കാം. ഒരടയാളം പറഞ്ഞാൽ അതാ അതിൻ്റെ സംഗതി. അള്ളാഹു ഖൈറ് തരട്ടെ. എന്നാൽ റെഡിയല്ലേ? 1-ാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തെത്തി. എല്ലാവരും ഒന്ന് നോക്കി കാൽമത്തെ ചെരുപ്പല്ല ഊരിയിട്ട് അത് ആ ഉറയിൽ വെക്കുക. റെഡിയല്ലേ? ഞാൻ നേരത്തെ പുരുഷന്മാരോട് പറഞ്ഞു, ഒരരയുടുപ്പ് ഉടുക്കണം, ഒരു മേൽപ്പുതപ്പ് പുതക്കണം. ഇനിയിപ്പം നോക്കണം അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആ അരയുടുപ്പ് ഒരു വലത്തെ ചുമല് വെളിവാക്കിയിട്ട് വെക്കണം. അതിപ്പോഴാണ് ചെയ്യേണ്ടത്. നാട്ടിലേ ചെയ്ത് പോണ്ട. വല ഭാഗത്തെ ചുമലൊന്ന് ഒഴിവാക്കുക. ഇൻഷാ അല്ലാ നമ്മളെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അതിൻ്റെ രീതി കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ എന്നാൽ പോവല്ലേ? പള്ളിയിലേക്ക് കടക്കുമ്പോൾ ചൊല്ലേണ്ടത് ബാക്കിയുള്ളത് അതൊക്കെ നമ്മൾ സാധാരണ ചെല്ലണതാണ്. നിങ്ങൾ ചോദിച്ച് പഠിച്ചോളണം, അല്ലെങ്കിൽ ദിക്കറിൻ്റെ ബുക്ക് നോക്കി പഠിക്കണം. ഇതിൽ തന്നെ മുഴുവൻ നടക്കൂല. ഇതാണ് ചെറിയ കിതാബ്. ഇതാ ചെറിയ കിതാബ്. എല്ലാ സംഗതികളും ഇതിലുണ്ട്. ഓരോന്നിനും ആവശ്യമായ മലയാളത്തിൽ എഴുതിയിട്ട് അതാത് സ്ഥലത്തെ ദിക്കറ് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അടങ്ങിയ അൽ ഹജ്ജ് എന്ന ബുക്കാണ്. 1960 മുതൽ ഇപ്പം 2000 എത്രയാണ്? 2026. അത്രയും കാലം ഹജ്ജ് ചെയ്ത പരിചയമുള്ള ആളാണ് കാന്തപുരം ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് എഴുതിയതാണ് ഈ പുസ്തകം. പരിചയസമ്പന്നനായ അദ്ദേഹത്തിൻ്റെ എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ബുക്ക് ഇത്. അതിലുള്ള ദിക്കറുകൾ മാത്രം തിരഞ്ഞെടുത്തത്. ഇൻഷാ അല്ലാ ഒരു കുട്ടി അതിവിടെ കൊടുക്കുന്നത് കണ്ടല്ലോ. ആ ചെറിയവൻ അവിടെ പോയി. നിങ്ങളടുത്തേക്കെല്ലാം വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഇത് സ്വീകരിക്കണം. മനസ്സിലായോ? ഇത് അവരെ വക ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ പൈസ അങ്ങോട്ടും ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി. നമ്മളെ ഹജ്ജിന് ആരെങ്കിലും ഫ്രീ നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞോളൂ, ഞാൻ ഇത് തരാമല്ലോ. നമ്മളെ ഹജ്ജിന് ഇപ്പോൾ ഒരാളെ ഫ്രീ കിട്ടിയിട്ട് വേണം ആണോ? എന്താ നിങ്ങൾക്ക് ഫ്രീ കിട്ടിയാൽ തിരക്കുള്ള തോന്നുന്നു? ആരെങ്കിലും പൊരുത്തപ്പെട്ട് തരികയാണെങ്കിൽ വാങ്ങാം അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാ ചെറിയ ബുക്കും വലിയ ബുക്കും മലയാളത്തിലായതുകൊണ്ട് ആ ബുക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് കിതാബ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും വാങ്ങിക്കുക. അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താണ്. ഇപ്പം നമ്മൾ എവിടെ എത്തിയത്? നമ്മൾ ബാബുസലാമിൽ അല്ലെങ്കിൽ 1-ാം നമ്പർ വാതിലിൽ അല്ലേ? അവിടെ എത്തി. ഇനി നമ്മളാണ് പള്ളിക്കാണ് കടക്കാണ്. ഒതുവോടുകൂടെ സ്വലാത്ത് ചൊല്ലി അല്ലാഹു മഫ്തഹ് അബ്വാബ റഹ്മത്തിക് ഒന്ന് കൂടുതൽ ചൊല്ലുക. ഒന്ന് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. പോട്ടെ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. നമ്മൾ ഭൂമിയിലെ സ്വർഗത്തേക്കാണ് ഈ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കിടക്കുന്നത് എങ്ങോട്ടാണ്? ഭൂമിയിലെ സ്വർഗം. എന്താ നമ്മൾ ചോദിക്കണത്? ആഖിറത്തിലെ സ്വർഗം നമുക്ക് തരണേ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ഞങ്ങൾക്ക് നിൻ്റെ കൃപ കൊണ്ട് നാളെ സ്വർഗത്തിൻ്റെ പേരാണ് ദാറുസ്സലാം. അവിടേക്ക് പോകാനുള്ള തുടക്കമാണ് ഇവിടുത്തെ പോക്ക്. അള്ളാഹു എത്തിക്കട്ടെ. നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് ചെല്ലുമ്പോൾ അല്ലാഹ് കറുത്ത വിരിച്ചുകൊണ്ട് കറുത്ത കില്ല വിരിച്ചിട്ട് കഅബ ശരീഫ് കണ്ണിലാണ് കാണുന്നതോടുകൂടെ അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ നമ്മളെ കിതാബിൽ കാണും ചെയ്യേണ്ട ദുആക്കെ ഒക്കെ. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ മഹാബത്തൻ വ ബിർറ വസിദ് മൻ ശറഫഹു വ കറമഹു. അറിയുന്ന ആൾക്കാർ അത് നോക്കി ചെല്ലുക. അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് പടച്ചോനോട് ഒരൊറ്റ പൊട്ടിക്കരച്ചിൽ, യാ അല്ലാഹ്, പടച്ചോനെ എൻ്റെ കഴിഞ്ഞ കാല ദോഷങ്ങൾ കഴുകിക്കളയണേ അല്ലാ, മാതാപിതാക്കളെ പൊരുത്തം തരണേ അല്ലാ, ഉമ്മ വാപ്പാമാർക്കൊപ്പം സ്വർഗം തരണേ അല്ലാ, ഹജ്ജ് കബൂലാക്കണേ അല്ലാ. അപ്പം അവിടെ കുറച്ചൊന്ന് ഒതുങ്ങി നിന്നിട്ട് ഒരു ദുആ ഇറക്കണം. അതൊരു കണ്ണീരിൻ്റെ മഴയാണ്. അതൊരു കണ്ണീരിൻ്റെ മഴയാണ്. അല്ലാഹു ആവതാക്കട്ടെ. അത് അവിടെ പോയി നിന്ന് ദ്വാരക്കുമ്പോഴേ നമുക്കത് ബോധ്യപ്പെടുള്ളൂ. ഇവിടുന്ന് ഇപ്പം അതിന് കണ്ണീര് അഭിനയിച്ചിട്ട് അത് ബോധ്യമാവില്ല. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരും ദ്വാരന്നില്ലേ? ആയിരുന്നോ? ഇനി മുന്നോട്ട് പോവുക. രണ്ട് ഭാഗത്തും സംസമുണ്ട്. രണ്ട് ഭാഗത്തും സംസമുണ്ട്. വല്ലാതെ ദാഹമുണ്ടെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ കുടിച്ചോളി. റെഡിയല്ലേ? എന്നാ പോവുക. നേരെ പോയി കഅബ ശരീഫിൻ്റെ അടുത്തെത്തിയാൽ ഒന്ന് നോക്കണം. കഅബ ശരീഫിൻ്റെ അടുത്തെത്തിയാൽ ഏറ്റവും തിരക്കുള്ള സ്ഥലം ആണ് കഅബ ശരീഫിൻ്റെ 4 മൂല. ഒന്ന് നോക്കിക്കോളി. ഇങ്ങനെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഇതാണ് കഅബ ശരീഫ് എന്ന് വെച്ചോ. എന്നാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗം റുക്നുൽ യമാനി, ഇത് റുക്നുൽ അസ്വദ്, റുക്നുൽ യമാനി, റുക്നുൽ അസ്വദ്, റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാമി. 4 മൂലയാണ് കഅബ ശരീഫിന്. അതിൽ ഏറ്റവും തിരക്കുള്ളത് എവിടെയാണ്? റുക്നുൽ അസ്വദ്. എന്തുകൊണ്ട്? കഅബ ശരീഫിൻ്റെ തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദ്, അവസാനിക്കേണ്ടത് എവിടെ തന്നെയാണ്? ഹജറുൽ അസ്വദ്. തുടങ്ങേണ്ടതും ഹജറുൽ അസ്വദ്, തീരുന്നതും ഹജറുൽ അസ്വദ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കഅബത്തിൻ്റെ വാതിൽ. വാതിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ചേർന്ന് നിൽക്കുന്നത് മുൽത്തസം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം. അപ്പം ഏറ്റവും കുറച്ചിപ്പുറത്ത് കാണുന്നത് ഇബ്രാഹിം മക്കാം. അതിതിരക്കുള്ള സ്ഥലം. അതൊന്ന് കണ്ടെത്തി ഒന്ന് നോക്കി. കണ്ടില്ലേ? നിങ്ങളിപ്പോൾ തളിപ്പറമ്പ് തന്നെയാണ്. പിന്നെ നിങ്ങളെങ്ങനെയാണ് കാണുക? നിങ്ങളെൻ്റെ കൂടെ പോന്നിട്ടില്ല. ഇബ്രാഹിം മക്കാമ് കണ്ട, ഹജറുൽ അസ്വദ് കണ്ട? നല്ല കാര്യം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ നിന്നിട്ട് ഒന്ന് നോക്കി ഹജറുൽ അസ്വദിൻ്റെ മൂലയിലേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പ് അവിടെ നിൽക്കുക. നിന്നിട്ട് നമ്മുടെ ശരീരം നെഞ്ച് കഅബത്തിലേക്ക് ചേർത്ത് വെക്കുക. ഇതാ കഅബത്തിൻ്റെ നേർക്ക് ശരിക്ക് പറ്റുമെങ്കിൽ 2 രൂപമുണ്ട്. ഒന്ന് റസൂലുള്ളാഹി തങ്ങൾ ഹജറുൽ അസ്വദുമേ തല വെച്ച് മുത്തിയിട്ട് ചെയ്തു. 2 നബി തങ്ങൾ കൈ ഇങ്ങനെ ഇഷാറത്താക്കി തിരക്കുള്ള സമയത്ത്. നമുക്കിപ്പോൾ ഈ രണ്ടാമത്തതേ നടക്കുള്ളൂ. ഇപ്പോൾ ഹജറുൽ അസ്വദ് മുത്തൽ നടക്കുമോ? നമുക്ക് ഹജറുൽ അസ്വദ് പോരുന്നതിൻ്റെ മുമ്പ് ഒന്ന് മുത്തണോ മുത്തണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളവിടെ രാത്രി പാതിരാക്കൊരു 12:30 മണി മുതൽ 2 മണി വരെ ഒന്ന് നോക്കുക. അപ്പം മുത്താൻ കഴിയൂലേ? കഴിയും. ഇല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി. കൂറ്റമ്പാറസ് അത് പറഞ്ഞിരിക്കണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് മുത്താൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഇപ്പം നമ്മൾ കഅബത്തിൻ്റെ നേർക്ക് നിന്നിട്ട് 2 കയ്യും ഒന്ന് കൈ ഉയർത്തി. എല്ലാവരും ഒന്ന് പെണ്ണുങ്ങൾ അവിടെ ഉയർത്തുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. 2 കൈ ഒന്ന് ഉയർത്തുക. എങ്ങനെ ഉയർത്തിയാൽ മതി? തലക്ക് നേരെ ഉയർത്തണ്ട, നെഞ്ചിന് നേരെ ഉയർത്തുക. എന്നിട്ട് നേരെ നമ്മളെ നെഞ്ചിന് നേരെ ആ കൈ ഇതാ നോക്കണം. കഅബത്തിൻ്റെ നേർക്ക് 2 കൈ വെള്ള ഇങ്ങനെ പിടിച്ചിട്ട് ചൊല്ലിക്കോളി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. റെഡിയല്ലേ? ഉംറയുടെ തവാഫ് ഞാൻ ചെയ്യുന്നു. എന്താ നിയ്യത്ത്? എളുപ്പത്തിൽ നമ്മൾ കുറേ ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ച് ബേജാറാകുമൊന്നും വേണം. ഉംറയുടെ തവാഫ് ഞാൻ ചെയ്യുന്നു. റെഡിയല്ലേ എല്ലാവരും? ഇനി ഒന്ന് ഇങ്ങനെ നിന്നോളി. കഅബത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് ഇപ്പം കഅബം ഇടഭാഗത്താക്കി നടക്കണം. നമ്മളെ തവാഫിൻ്റെ നടത്തത്തിൽ മുഴുവനും കഅബ എവിടെ വേണം? ഇടഭാഗത്താവണം. 1 ഔറത്ത് മറച്ചിരിക്കണം. റെഡിയല്ലേ? വുളു ഉണ്ടായിരിക്കണം. റെഡിയല്ലേ? എന്നാ പോരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ 7 പ്രാവശ്യം ചെല്ലുന്നതിൻ്റെയും ആദ്യത്തിൽ ചേർക്കേണ്ട ദിക്റാണത്.
അതുകൊണ്ട് ഓരോ ദിക്റിൻ്റെയും ആദ്യത്തിൽ അതെങ്കിലും എല്ലാവരും പ്രത്യേകം ചൊല്ലിപ്പഠിക്കണം. اللهم إيمانا بك وتصديقا بكتابك ووفاء بعهدك واتباعا لسنة نبيك محمد. اللهم إن هذا البيت بيتك والحرم حرمك والأمن أمنك والعبد عبدك وأنا عبدك وابن عبدك وهذا مقام الأعيذ بك من النار فحرم لحومنا وبشرتنا على النار. പടച്ചോനോട് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട്, പടച്ചോനെ ഈ സാധുവിൻ്റെ ശരീരം മൂർധാവ് മുതൽ കാലിനടി വരെ രോമങ്ങളും തൊലികളും ഒക്കെ നരകത്തിൽ നിന്ന് ഹറാമാക്കണേ അല്ലാ, സ്വർഗത്തിൽ ചേർക്കണേ അല്ലാ. അതാണ് ആ ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ആ നടത്തങ്ങനെ നടക്കുമ്പോൾ നമ്മളെ വലഭാഗത്തെ ചുമര് ഒഴിവാക്കിയിട്ട് പുരുഷന്മാർ ആദ്യത്തെ 3 നടത്തത്തിൽ അല്പം ഒന്ന് ഇളകി നടക്കാം. അല്പം സ്പീഡ് കൂടി നടക്കുക എന്നുള്ളതല്ല, അല്പം ഒന്ന് ഇളകി നടക്കാം. മനസ്സിലായോ എന്താണ് ഇങ്ങനെ? അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ. അല്ലാതെ കൈമലുള്ള അമ്മാനെ വിട്ട് ബാപ്പാനെ വിട്ട് ഓടാൻ വേണ്ടി നിൽക്കണ്ട. അതൊന്നും അവിടെ ആവശ്യമില്ല. നമ്മളെ കൂടെയുള്ള ആൾക്കാരുണ്ടെച്ചാൽ അവരെ കൈ പിടിച്ചിട്ടിങ്ങനെ, അവരെ കൈ പിടിച്ചിട്ട് നടന്നാൽ മതി. തങ്ങളൊന്ന് വരും. ബിസ്മില്ലാ. ഞാനും തങ്ങളും കൂടി ഇപ്പം ഇത് നമ്മളെ ഉപ്പയാണ്. ഇതാരാണ്? ഉമ്മ. എന്നാ ഉമ്മയായിക്കോട്ടെ. ഉമ്മയാണ്. ഇങ്ങനെയാണ് ഉമ്മാനെ പിടിക്കേണ്ടത്. എങ്ങനെയല്ല, ഇങ്ങനെയല്ല. നമ്മളെ സഹായം ആവശ്യമുള്ള ആൾ ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചാൽ എന്താ, ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്നിച്ചിട്ട് വരും. അപ്പോൾ ഇയാൾ കൈ വിട്ട് മൂപ്പർ അങ്ങോട്ടും പോകും, ഞാൻ ഇങ്ങോട്ടും പോകും. ഇതിൻ്റെ ഇടയിൽ 4 ആൾ പോകുന്നതാണ് നമ്മൾ വിചാരിച്ചത്. 400 ആൾ പോയാലും തീരൂല. അപ്പോഴൊക്കെ പിന്നെ നോക്കുമ്പോൾ മൂപ്പർ അങ്ങാണ് എത്തിയിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ മനസ്സിലാകുമോ? ഇപ്പം ഇങ്ങൊക്കെ എന്നെ തലീക്കെട്ട് കണ്ടാലും അറിയാം. അവിടെ തലീക്കെട്ടുണ്ടോ, അവിടെ കുപ്പായുണ്ടോ, അവിടെ വാക്കുള്ളതുണ്ടോ? മൂപ്പരാളെ പോയി, നമ്മളിങ്ങോട്ടും പോയി. ഈ കൂട്ടം തെറ്റാതിരിക്കാൻ അങ്ങനെയൊന്നും വേണ്ട, ഇത് മതി. എങ്ങനെ? പടച്ചോനെ, ഞാൻ വിചാരിച്ച് ഞാള് 2 വലിയ മനുഷ്യന്മാർ വന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഈ പിടിക്കൽ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ കൂട്ടം തെറ്റിപ്പോവും. ഇങ്ങനെ പിടിച്ചാൽ എന്താവും? കൂട്ടം തെറ്റിപ്പോവും. കഅബത്തിന്റെ തവാഫ് നല്ല തിരക്കാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയല്ല പിടിക്കാൻ നല്ലത്. പിന്നെ സഹായം കിട്ടാനുള്ള പിടുത്തത്തിന് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെ പിടിച്ചാൽ ഇവർ പോയി പോവുക. ഞാൻ 2 ആൾ ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇയാൾക്ക് സുഖമില്ല. അതോ എനിക്കോ ആർക്കെങ്കിലും ആട്ടങ്ങൾ അത് വേറെ ഇരിക്കാൻ നിൽക്കണ്ട. കണ്ടങ്ങൾ ഇത് നമ്മൾ ഉപ്പയാണ്, അങ്ങനെ സുഖമില്ലാത്ത ആളാന്ന് കണ്ടാൽ തന്നെ അറിയില്ലേ? അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇങ്ങനെയാണ് പിടിച്ചു പോകേണ്ടത്. മനസ്സിലായോ? ഇനി ഭാര്യ എന്ന് വിചാരിച്ചോളൂ. ആരാണ്? ഭാര്യ. എന്നാലും ഇങ്ങനെ പിടിക്കണതിന് വല്ല കുഴപ്പമുണ്ടോ? ഓള് ശരിക്ക് വസ്ത്രം ധരിച്ചതല്ലേ? അതുകൊണ്ട് അപ്പോഴൊക്കെ ഒതു മുറിഞ്ഞു പോകുക. പടച്ചോനെ, ഏടോ മക്കത്തുനിന്ന് എടുത്ത ഒതുവാണ്, അങ്ങനെ അങ്ങ് മുറിയോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ട, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകുക. മനസ്സിലായി? ഇങ്ങനെ പിടിച്ചിട്ടും ഓള് പോകുകയാണെങ്കിൽ അങ്ങനത്തെ പെണ്ണുങ്ങളെ നമുക്ക് വേണോ? അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിക്കാം, ബാക്കി പിന്നെ ഓരും കൂടി നോക്കണ്ടേ. അപ്പം അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ഇങ്ങനെ നടക്കുമ്പോൾ ആ നടത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇളകിയിട്ട് നല്ല മട്ടത്തിൽ അള്ളാഹു ആഫിയത്ത് തരട്ടെ. പടച്ചോനെ, ഉമ്മയുണ്ട് കൂടെ, വാപ്പുണ്ട് കൂടെ, കുടുംബങ്ങളുടെ കൂടെ എല്ലാവരും കൂട്ടി റാഹത്തായിട്ട് ചെയ്തു വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇടയ്ക്ക് ഞാനൊരു സംഗതി പറയട്ടെ. എന്താ, ആരെങ്കിലും മരിച്ചുപോയ ഉമ്മാക്കോ വാപ്പാക്കോ ഒക്കെ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ അവരാ ഇഹ്റാം ചെയ്യുമ്പോൾ അവരെ കരുതിയാൽ മതി. നബയ്തുൽ ഹജ്ജ അൻ വാലിദി, എൻ്റെ വാലിദത്തി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു, എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. അങ്ങനെ ആർക്കാണോ അവർ ചെയ്യുന്നത് അവരെ നിയ്യത്തിൽ കരുതിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ അവർക്ക് ദ്വാരക്കാം, അത്രേ വേണ്ടുള്ളൂ. അതിനിപ്പോൾ കുറേ ആലോചിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു ഖൈറ് തരട്ടെ ഇൻഷാ അല്ലാഹ്. നോക്കല്ലേ, കഅബത്തിനിങ്ങനെ അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ദ്വാരന്ന് നമ്മളിത് അവിടെ എത്തി. റുക്നുൽ യമാനി അവിടെ എത്തുമ്പോൾ അല്ലാഹു അക്ബർ. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ആ ദുആ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയ്ക്ക് 70,000 മലക്കുകൾ നമ്മെ എതിരേറ്റുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. 70,000 മലക്കുകൾ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ
ആരും തൊട്ടിട്ടില്ലാത്ത, ഒരു പരിഷ്കരണം വന്നിട്ടില്ലാത്ത, ഒരു പുനർനിർമ്മാണം നടക്കാത്ത സ്ഥലമാണ് ആ 2 മൂല. അവിടെ ഇങ്ങോട്ട് റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവേ ഞങ്ങളവിടെ എത്തിക്കണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഒന്നാമത്തെ ചുറ്റിങ്ങനെ കഴിഞ്ഞു, ഒന്നാമത്തത് കഴിഞ്ഞു. അല്ലാ, ഈ നടത്തത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. അതെന്താ? കൂട്ടം തെറ്റിയിട്ട് നമ്മളെന്തായി, അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് നമ്മളെ കഅബ നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കൂട്ടം തെറ്റി. ഞാനിങ്ങനെ നടന്നു. ഇപ്പം ഞാൻ എവിടെയുള്ളത്? ഇടഭാഗമോ വലഭാഗമോ? ഇപ്പം കഅബ ശരീഫ് ഏത് ഭാഗത്ത? അല്ല, വലഭാഗമാണ്. ഇത് വലഭാഗമാണെങ്കിൽ പിന്നെ ബാക്കിൽ ഏതായിക്കാൻ? ഇങ്ങനെ ഞാൻ തിരിഞ്ഞാൽ കഅബ ശരീഫ് ഇപ്പം എൻ്റെ ഏത് ഭാഗത്താണ്? പിൻഭാഗത്താണ്. അത് പറ്റുമോ? പറ്റൂല. ഇങ്ങോട്ട് തിരിഞ്ഞ് നടന്നാൽ പറ്റുമോ? പറ്റൂല. അത്രേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂല്ലേ? ഇനി നമുക്ക് പ്രാക്ടിക്കലിൽ കാണാം. വേറൊരു ചെറിയ സംഗതി ഉണ്ടായി. അത് നിങ്ങൾ അറിഞ്ഞോ? എല്ലാവരും കൂടി അറിയണ രീതിയിലാകാന്നൊക്കട്ടെ. അതെന്താണെന്ന് വെച്ചാൽ ഒന്നും മുറിഞ്ഞതാണ്. അങ്ങനെ മനസ്സിലായി? നിങ്ങളെല്ലാവരും അറിയിച്ചും കൊണ്ട് ഒന്നും മുറിയാൻ നിന്നാൽ ഇപ്പം നമ്മൾ അമേരിക്കൻ്റെ യുദ്ധം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അള്ളാഹു തആല ഖൈർ തരട്ടെ. ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഒതു മുറിഞ്ഞു. എന്തായി? ഒതു മുറിഞ്ഞു. ആരെങ്കിലും അറിഞ്ഞോ? അപ്പം പിന്നെ നമുക്ക് പൂർത്തിയാക്കണതിന് കുഴപ്പമില്ല. ആരും അറിഞ്ഞിട്ടില്ലല്ലോ. നല്ല ആൾക്കാരാ. അപ്പം അതുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളതല്ല. ഒതു മുറിഞ്ഞാൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. വേഗം അവിടെ നിർത്തുക. ഒതു മാത്രം എടുക്കാൻ ഇപ്പം കഅബ ശരീഫിൻ്റെ ഉള്ളിലൊക്കെ സൗകര്യമുണ്ട്. തവാഫിൻ്റെ അങ്ങോട്ട് നീങ്ങിയാലും ഇങ്ങോട്ട് നീങ്ങിയാലും ഒക്കെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒതു എടുക്കാൻ സൗകര്യമുണ്ട്. ബാത്റൂമിലാണെങ്കിലേ പുറത്തിറങ്ങേണ്ടതുള്ളൂ. അത് അറിഞ്ഞു വെക്കണത് നല്ലതാണ്. തവാഫ് കഴിഞ്ഞാൽ വേഗം പോയിട്ട് എന്ത് ചെയ്യാം? ഒക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒതു എടുത്ത് വരാൻ പറ്റും. ബാത്റൂമിൽ പോയിട്ടാണെങ്കിൽ വേഗം വരാം. 2 മണിക്കൂർ ആകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കണം? ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ ഒതു മുറിഞ്ഞാൽ ഒതു ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ഒതു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? എത്രാമത്തെ എണ്ണമാണ് എന്ന് നോക്കണം. നമ്മൾ തവാഫിൽ ഇപ്പം 3 പൂർത്തിയാക്കി? 4 പൂർത്തിയാക്കി. എത്ര പൂർത്തിയാക്കി? എന്നാൽ 5-ാമത്തേത് തുടങ്ങി. അപ്പോൾ ഒരു 4-4, 4.5 അയക്കണം എണ്ണം. അപ്പോഴാണ് ഒതു മുറിഞ്ഞത്. എന്നാൽ എന്ത് ചെയ്യണം? വേഗം പോയിട്ട് ഒതു എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ 1, 2, 3 മുഴുവൻ ചെയ്യണം. അങ്ങനെയല്ല. അത് നിസ്കാരത്തിൽ ഒതു മുറിഞ്ഞാലാണ്. നിസ്കാരത്തിൽ ഒതു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? തല 1 മുതൽ തുടങ്ങണം അല്ലേ? നിസ്കാരത്തിൽ ഒതു മുറിഞ്ഞാൽ ഏണിയും വന്ന് വീണ പോലെ. 5 മുതൽ തുടങ്ങിയാൽ മതി. അതാണ് ഞാനും പറഞ്ഞത്. നിസ്കാരത്തിലാവുമ്പോഴോ 3-ാമത്തെ റക്അത്തിൽ ഒതു മുറിഞ്ഞാൽ ഒതു എടുത്ത് വന്നിട്ട് 2 നിസ്കരിച്ചാൽ പോരെ. അപ്പം അതാണ് നിസ്കാരത്തിൽ ഒതു മുറിഞ്ഞാൽ ഏണിയും വന്ന് വീണ പോലെ തലക്കം തന്നെ കയറേണ്ടി വരും. മനസ്സിലായില്ലേ? അതാ. അപ്പോൾ ഇത് നമുക്ക് ഏത് മതി? നമ്മൾ കഴിഞ്ഞു വന്നിട്ടുള്ളത് മതി. അപ്പം 3-ൽ ഒതു മുറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തലക്കെന്ന് തുടങ്ങേണ്ടതില്ല. ആദ്യം മുതൽക്ക് തുടങ്ങിയാൽ മതി. അള്ളാഹു ആവതാക്കട്ടെ. നമ്മൾ തവാഫ് 7 എണ്ണം 6 എണ്ണം സംശയിച്ചാൽ പൂർത്തിയാക്കണം. ഒതു മുറിഞ്ഞാൽ വേഗത്തിൽ പോയിട്ട് എടുത്തു വരണം. ഇടഭാഗത്തേക്ക് തെറ്റിയാൽ വലഭാഗത്തേക്ക് തന്നെ തിരിയണം. നിങ്ങൾ റെഡിയാണിത്? വലഭാഗത്തേക്ക് തെറ്റിയാൽ എവിടേക്ക് തന്നെ തിരിയണം? ഇടഭാഗത്തേക്ക് തന്നെ തിരിയണം. ശരീരം മുഴുവനും കഅബ ശരീഫിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഒന്നിച്ച് തവാഫ് ചെയ്യണം. തവാഫ് പൂർത്തിയായാൽ ഉംറയുടെ 2-ാമത്തെ ഫർള് പൂർത്തിയായി. ഉംറയുടെ 1-ാമത്തെ ഫർള് ഇഹ്റാം ചെയ്യുക, 2 തവാഫ് ചെയ്യുക. തവാഫ് കഴിഞ്ഞാൽ ഒരു രുചികരമായ നിസ്കാരമാണ്. എന്താണത്? കഅബത്തിൻ്റെ അടുത്ത് ഇബ്രാഹിം മക്കാമിൻ്റെ പുറകിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. വല്ലാത്തൊരു നിസ്കാരമാണത്. നമ്മൾ ഇതുവരെ കഅബ കണ്ട് നിസ്കരിച്ചിട്ടില്ല. ഇബ്രാഹിം മക്കാമും കഅബൊക്കെ കണ്ട് ഇങ്ങനെ നിസ്കരിക്കുക. അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണേ അല്ലാ. കണ്ണീരിൻ്റെ മഴയായിട്ടാണ് ആ നിസ്കാരം ഉണ്ടാകുക. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടില്ല. അവിടുന്ന് ആ ഫാത്തിഹ ഓതിയ കുല്യായുൽ കാഫിറൂൻ റുക്കൂ ഇങ്ങനെ പോകുമ്പോഴേക്കുണ്ടല്ലോ കണ്ണുനീര് ഇങ്ങനെ വീഴും. അത് കഅബത്തെ കണ്ട കണ്ണുനീരാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് നിസ്കരിച്ച് ദ്വാർന്ന് നല്ലോണം ദ്വാരക്ക് അവിടെ ഇരുന്നിട്ട് ആ ദുആ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസം കുടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ സംസമുണ്ട്. ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത് നല്ല നിയത്ത് സംസമിൽ വെച്ചോ അത് പൂർത്തിയാകും.
അപ്പം നമ്മളൊക്കെ സംസം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് വലത്തെ കൈകൊണ്ട് അല്പാൽപമായി ഇങ്ങനെ കുടിക്കുമ്പം ബിസ്മില്ലാഹി ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി അള്ളാഹുവേ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ, അള്ളാഹുവെ മനസ്സ് ക്ലിയറാക്കി തരണേ, അള്ളാഹുവെ ഹജ്ജ് കബൂലാക്കണേ, അള്ളാഹ് മാതാപിതാക്കളെ പൊരുത്തം തരണേ, അള്ളാഹുവെ എല്ലാ രോഗവും ശിഫയാക്കണേ. മക്കത്തിങ്ങനെ താമസിച്ച് സംസം കുടിക്കുമ്പോഴൊക്കെ വിവിധ ഉദ്ദേശം വെച്ചങ്ങനെ കുടിക്കുക. അള്ളാഹു നമുക്ക് നല്ല ഖൈറ് തരട്ടെ. ഒരാൾ സംസം കൂടുതൽ കുടിക്കുന്നത് കണ്ടാൽ അയാളെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അടയാളമായി മനസ്സിലാക്കണം. മുഹമ്മദ് മുസ്തഫ കുടിച്ചില്ലേ? സംസം കുടിച്ചില്ലേ? ഒരു ഉഷാറ് കിട്ടിയാലോ അല്ലേ? ഇനി നേരെ പോവുക സഫാ മലയിലേക്ക്. നേരെ എവിടെ പോവുക? ഒറ്റ കയറ്റെങ്ങനെയാണ് സഫയിലേക്ക്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫന്റെ മലയിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയാൽ നേരെ മുന്നിൽ കഅബ ശരീഫ് ദൂരെ ഇങ്ങനെ കാണാം. കഅബത്തെ നോക്കിക്കൊണ്ട് ഒന്ന് ദ്വാരക്ക. ഇന്ന സഫാ വൽ മർവ, ആ ആയത്ത് ഇങ്ങനെ ഓതുക, ഒന്ന് ദ്വാരക്ക. സഫാ മലൻ്റെ മുകളിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം, അവിടെ വെച്ചുകൊണ്ടൊന്ന് ദ്വാരക്ക. ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കിയും കഅബത്തുമൊക്കെ കണ്ടോ? കണ്ടില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഉംറയുടെ സഅയ് ചെയ്യാൻ കരുതി. എന്ത് ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സഫാ മലയിൽ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. ആ നടത്തം ഇങ്ങനെ വേറൊന്നും നോക്കേണ്ടതില്ല. ആ നടത്തത്തിൽ നേരെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോഴേക്ക് നമ്മൾ കാണും പച്ച ലൈറ്റ് ഇങ്ങനെ അടയാളം. അതേതാണ്? ഈ സ്മാരകം ഹാജർ ബീബിയുടേതാണ്. ഹാജറ ബീബിൻ്റെ മോന് ഇബ്രാഹിം നബിക്ക് ജനിച്ച കുട്ടി ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ദീർഘകാലത്തെ ദുആൻ്റെ ഉത്തരമാണ് ആ കുട്ടി. പഴയ കാലത്ത് നമ്മൾ പാട്ടുപാടി പഠിച്ചിരുന്നു. ഇബ്രാഹിം നബി ഇറയോനിൽ ഇടതടവില്ലാതിര പകലൊരുപോൽ ഇരു കൈകളും ഏന്തിക്കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി. അല്ലാഹു തആല കനിഞ്ഞ് നൽകിയിരിക്കുന്ന പുന്നോമന ആ കുട്ടിയെയും ഉമ്മാനെയും കഅബ ശരീഫിൻ്റെ അടുത്ത് അവിടെ ആക്കിയിട്ട് വാപ്പ പോയി ഇബ്രാഹിം നബി. കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, ഈത്തപ്പഴം തീർന്നു, ഒന്നുമില്ല. ഒരു ദിവസം ഹാജറ ബീബി നോക്കുമ്പോൾ കുട്ടിയെ എടുത്തിട്ടിങ്ങനെ നോക്കുമ്പോൾ കുട്ടി കരയാണ്. അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ പാലില്ല. അല്ലാഹു റബ്ബി, ഹാജറ ബീബിയുടെ തൊണ്ട വറ്റിപ്പോയി, ഒന്നും കയ്യിലില്ല, മോനിക്ക് കൊടുക്കാനും ഒന്നുമില്ല. ഹാജറ ബീബി ഭയം വന്നു. പടച്ചോനെ, ആദ്യം മരിക്കുന്നത് ഞാനാകുമോ എൻ്റെ കുട്ടിയാകുമോ? ആ സമയത്ത് ആ ഉമ്മ 4 ഭാഗത്തേക്കും നോക്കി. അപ്പോഴാണ് ഒരു ഉയർന്ന കുന്ന് കാണുന്നത്. അവിടെ ഇങ്ങനെ നോക്കി പക്ഷികൾ പറക്കുന്നുണ്ടോ? പക്ഷികൾ പറക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടയാളമാണത്. ഹാജറ ബീബി അങ്ങോട്ടേക്ക് പോയി. ആ മലമുകളിലാകെ നോക്കി, എവിടെയും ഒരടയാളമല്ല. ഇനി എന്തു ചെയ്യും? ഹാജറ ബീബി നടക്കുമ്പോൾ ഓരോ അടി മുന്നോട്ട് പോകുമ്പോഴും ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കും, മോനവിടെ ഇല്ലേ, മോനവിടെ ഇല്ലേ. അല്ലാഹു റബ്ബി, മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടി അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഹാജറ ബീബി നോക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു മല കണ്ടു. ആ മലയിൽ വെള്ളം കിട്ടുമോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. 2 മലയുടെയും ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലം പതിഞ്ഞ താഴ്ന്ന സ്ഥലമാണ്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. അപ്പം ഉമ്മാൻ്റെ മനസ്സ് ബേജാറായി. ആ ബേജാറിൽ കുറച്ച് വേഗത്തിൽ നടന്നു. ആ നടന്ന സ്ഥലത്തിൻ്റെ അടയാളമാണ് ഈ പച്ച ലൈറ്റ് വെച്ചിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? റബ്ബി ഗഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹ് അൽ അഅസ്സുൽ അക്രം. എല്ലാ ദിക്റിൻ്റെ കിതാബിലും അത് പ്രത്യേകം കൊട്ടേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു വല്ലാത്ത ദിക്റാണ്, വല്ലാത്ത ദുആയാണ്. അല്ലാഹു റബ്ബി, ഹാജർ ബീബിയുടെ ദുആ, ഇബ്രാഹിം നബിയുടെ ദുആ, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആ, മുത്ത് നബിൻ്റെ ദുആ, അങ്ങനെ ഒരു വല്ലാത്ത ദുആയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം.
ഇൻഷാ അള്ളാ. അങ്ങനെ ദ്വാർന്ന് പച്ച സ്ഥലം കഴിഞ്ഞു, ആ പച്ച ലൈറ്റ് കത്തുന്ന സ്ഥലം കഴിഞ്ഞു. ഇനി സാധാരണ പോലെ നടക്കുക. നടന്നങ്ങനെ എത്തുമ്പോൾ വീണ്ടും ഉയരത്തിലേക്ക് ഇങ്ങനെ എത്തും. അതാണ് മറുവ. മറുവയിൽ എത്തിയ ശേഷം അവിടെ വെച്ചുകൊണ്ടൊന്ന് ദ്വാരക്ക, കഅബത്തിലേക്ക് നോക്കിയിട്ടൊന്ന് ദ്വാരക്ക. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് നടക്കുക. അല്ലാഹു റബ്ബി ഇന്ന സഫാ വൽ മറുവ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദുൽ അമീൻ. അങ്ങനെ വിവിധ ദിക്റുകൾ ചൊല്ലിയിട്ട് ഇങ്ങനെ നടന്നു. വീണ്ടും ആ പച്ച ലൈറ്റ് കത്തുന്നിടത്തെത്തി. ഒന്നുകൂടി റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അൻതല്ലാഹ് അൽ അഅസ്സുൽ അക്രം. അല്ലാഹു റബ്ബി. ഇപ്പോൾ നമ്മളെന്താ ഈ സഫയിൽ നിന്ന് എവിടേക്ക് നടന്നു? അതിൻ്റെ ഒപ്പമുണ്ടോ? സഫയിൽ നിന്ന് എവിടേക്ക് നടന്നു? മറുവയിലേക്ക്. മറുവയിൽ നിന്ന് എവിടേക്കും നടന്നു? സഫയിലേക്ക്. ഇപ്പം എത്രണ്ണായി? 1 2? ഇപ്പം 2ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സഫയിൽ നിന്ന് വീണ്ടും മറുവയിലേക്ക്, മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക്. നിങ്ങളെ കാണാതെയായോ? ഇടയ്ക്ക് നിങ്ങളെ കാണാനില്ലാതെയായോ? സഫയിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തി? 1. മറുവയിൽ നിന്ന് തിരിച്ച് പിന്നെ എവിടെ അവസാനിക്കും? അതാ നോക്കേണ്ടത്. നമ്മൾ കഅബത്തിനടുത്ത് തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങിയിട്ട് ഹജറുൽ അസ്വദിൽ തന്നെ എത്തുമ്പോഴേ അവസാനിക്കുള്ളൂ. ഇതങ്ങനെയാണോ? അല്ല, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ 1 അങ്ങോട്ട്, ഇങ്ങോട്ട് 2, 3 അങ്ങോട്ട്, 4 ഇങ്ങോട്ട്, അങ്ങനെ 7ാമത്തത് മറുവയിൽ അവസാനിക്കും. 7 അവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് പറഞ്ഞാട്ടെ. ഉംറയുടെ ഫറളുകൾ 4. 1 ഇഹ്റാം ചെയ്യുക, 2 തവാഫ് ചെയ്യുക, 3 സഫാ മസ്അയ് ചെയ്യുക, 4 മുടിയെടുക്കുക. ഏത് പൂർത്തിയായി? ഉംറ പൂർത്തിയായി. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അല്ലാഹു റബ്ബി. ഉംറ ചെയ്തോ? ചെയ്തില്ല? ചെയ്തില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വിശദീകരണങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹ് പറഞ്ഞോളി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം, ഉംറ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് വേഗം റൂമിൽ പോകല്ലേ? റൂമിക്കൊന്നും പോകാൻ പൂതിയില്ല, അവിടെ തന്നെ നിൽക്കുക, പോവുക. ഇനി നമ്മൾ പോയിട്ട് വേണം ക്ഷീണം മാറ്റാനും ഒന്ന് ഉറങ്ങാനും ഒക്കെ അപ്പം പോകാം. ഈ വേഗത്തിൽ ഇത് ചെയ്യണം. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, മക്കത്തെത്തിയാൽ വേഗം കഅബത്തിങ്കലെത്തണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഉംറ പൂർത്തിയാക്കി ഇൻഷാ അള്ളാഹ് മക്കയിൽ താമസിക്കുമ്പോൾ പോകേണ്ട സ്ഥലങ്ങൾ ഒന്ന് വളരെ ശ്രദ്ധിച്ചോളി. 1 ആയിഷ പള്ളി അഥവാ തൻഈം, അവിടെ ഒന്ന് പോയി ഒരു ഉംറ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ, ഒരു ഉംറ. 2ാമത്തത് നമുക്ക് തൻഈമിൽ നിന്ന് വിട്ടിട്ട് ജഹ്റാനത്തിൽ പോകണം. അത് കുറച്ച് ദൂരെയാണ്, കുറച്ച് 70 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം. റസൂലുള്ള ഇഹ്റാം ചെയ്ത സ്ഥലമാണിത്. അവിടെ ഒരു ഉംറക്ക് പോകണം. അപ്പം 3ാമത്തെ ഉംറയായി. ഇൻഷാ അള്ളാഹ് മക്കയിലെ താമസ സ്ഥലത്ത് ഇടക്കിടക്ക് പോവുക ആയിഷ പള്ളിയിൽ. അത് നമ്മൾ താമസിക്കുന്ന എവിടെ? അസീസിയയിൽ ഗവൺമെൻറ് ഹാജിമാർ താമസിക്കുന്നതിന് മുമ്പിൽ ബസ് വന്ന് നിർത്തും. ആ ബസ്സിൽ കയറിയിരുന്നാൽ മതി. നിങ്ങൾ ആ ബിൽഡിങ്ങിലുള്ള 10 ആൾ സെറ്റായിട്ട് ആ ബസ്സിൽ പോയിട്ട് പോവുക വരിക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കഅബ ഷരീഫിൽ നിൽക്കുന്ന സമയത്ത് തവാഫ് വർദ്ധിപ്പിക്കാം. ഉംറ പോലെ തന്നെ തവാഫ് വർദ്ധിപ്പിക്കാം. എപ്പോൾ കഅബത്തിങ്കൽ പോയാലും തവാഫ് ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമുക്കിപ്പോൾ നമ്മളെ ദിവസം അനുസരിച്ച്, ആരോഗ്യം അനുസരിച്ച് എത്ര തവാഫ് ചെയ്യാം? നാളെ ഒരാളോട് നോമ്പിനെ പറ്റി ചോദിച്ച്, നോമ്പ് എത്രയായി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദ് എണ്ണീറ്റ് എന്താ കാര്യം, മറ്റേ മാസം കാണുമ്പോൾ നിർത്താമെന്ന്. അങ്ങനെ നമ്മൾ കൊട്ടക്കണക്കിലാകണ്ട, കുറച്ചൊന്ന് ശ്രദ്ധിക്കും. പടച്ചോനെ ഒരു 40 തവാഫ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ചുരുങ്ങിയതൊരു 10 ഉംറയെങ്കിലും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാനതൊക്കെ ചെറുതാക്കിയാണ് പറഞ്ഞത്, നിങ്ങളെ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ ഹോസ്പിറ്റലിലായി ഒരാൾ കാവൽ നിൽക്കേണ്ട ഗതികേടിൽ പെടുത്തല്ലേ അല്ലാഹ്. പണ്ട് സുഖമായി പോയ രോഗം അവിടെ നിന്ന് 2ാമതുണ്ടായി, ബേജാറിലാക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിൽഹിജ്ജ മാസം 7ആയി. എത്രയായി? ദിൽഹിജ്ജ മാസം 7. മുത്തവീഫിൻ്റെ ഓർഡർ. നിങ്ങൾ സൗണ്ട് കേൾക്കണ്ട?
മുത്തവിഫിൻ്റെ അടുത്ത് നിന്നുള്ള വിളിച്ചിൽ പറയൽ വരികയാണ്. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിലൊക്കെ മുത്തവിഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓർഡറുമായിട്ട് വളണ്ടിയർമാർ വന്ന് ഹജ്ജിൻ്റെ സമയം ആയിരിക്കുന്നു ഇൻഷാ അള്ളാഹ് ദുൽഹിജ്ജ മാസം 7-ൻ്റെ അന്ന് മഗ്‌രിബിക്ക് ശേഷമോ അതല്ലെങ്കിൽ ദുൽഹിജ്ജ മാസം 8-ൻ്റെ അന്ന് രാവിലെയോ നമ്മൾ മിനയ്ക്ക് പോകും. മിക്കവാറും 8-ന് രാവിലെയാണ് പോവുക. എങ്ങനെ 8-ൻ്റെ അവർ പോവുക? ഹജ്ജിന് ഇഹ്റാമിൽ. ഹജ്ജിന് ഇഹ്റാം ചെയ്യല്ലേ? നിങ്ങളാരും ഇല്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് ചെയ്തോളാം. എന്നാൽ നിങ്ങളൊക്കെ എല്ലാവരും മക്കത്തെത്തി 10 ദിവസം മക്കത്ത് നിന്ന് 15 ദിവസം മക്കത്ത് നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. മെയ് 1-ന് പോയാൾ, 5-ന് പോയാൾ, 10-ന് പോയാൾ ഒക്കെ ഇതിലുണ്ടല്ലോ മക്കത്ത് താമസിച്ച്. ദുൽഹിജ്ജ മാസം 8-ൻ്റെ അന്ന് രാവിലെ സുബഹിക്ക് മുമ്പ് നമ്മൾ സുഖമായിട്ട് കുളിച്ച് ഒക്കെ റെഡിയായി ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റി. ഇഹ്റാമിൻ്റെ എവിടുന്ന്? റൂമിൽ നിന്ന്. എന്നിട്ട് നമ്മൾ എവിടെ വന്നു? കഅബ ഷരീഫിൽ വന്നു. കഅബ ഷരീഫിൽ വന്നു 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദ്വാർന്ന് റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോഴേക്ക് നമുക്ക് മിനയിലേക്ക് പോകാനുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് നമ്മളെ റൂമിൽ വെച്ചാണ്. നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് എവിടുന്നാണ്? റൂമിൽ വെച്ചാണ്. നമ്മൾ മക്കത്തെത്തി മക്ക മുഖീമീങ്ങളായി താമസിക്കുന്ന ആൾക്കാരാണ്, മുസാഫിരീങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് മദീനത്ത് നിന്ന് വരുന്നവർ അവിടുന്ന് ഇഹ്റാം ചെയ്തോളും, ത്വായിഫിൽ നിന്ന് വരുന്നവർ അവിടുന്ന് ഇഹ്റാം ചെയ്തോളും. മക്കത്ത് താമസിക്കുന്നവർ എവിടെ നിന്ന് ഇഹ്റാം ചെയ്യണം? ദുൽഹിജ്ജ മാസം 8 ഒന്ന് ഇഹ്റാം ചെയ്തോളും റൂമിന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹുവേ, നിൻ്റെ കഅബ ഷരീഫിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, നീ സ്വീകരിക്കണേ അല്ലാഹ്. ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക് അല്ലാഹുമ്മ ലക ഉഹർരിമു നഫ്സി വശഅരി വബശരി വലഹ്മി വദമി ഫഹർരിംഹാ അലന്നാർ. അല്ലാഹുവേ, ഞാനിതാ ഹജ്ജിൽ പ്രവേശിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ രോമം, മുടി, അതേപോലെ തന്നെ തൊലി, രക്തം, മാംസം, മജ്ജ എല്ലാം നരകത്തിന് ഹറാമാക്കി തന്ന് സ്വർഗം നിർബന്ധമാക്കി തരണേ അല്ലാഹ്. വല്ലാത്തൊരു രംഗമാണത്. അതൊക്കെ അവിടുന്ന് നമുക്ക് വല്ലാത്ത അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ വാഹനം വന്ന് നിന്നു. പോകല്ലേ? നമ്മളെ ബസ്സിൽ ഇങ്ങനെ 48-50 ആൾ ഒരു ബസ്സിൽ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ദുൽഹിജ്ജ 8-ൻ്റെ അന്ന് രാവിലെ മുതൽ എല്ലാ വാഹനങ്ങളും മിനയിലേക്ക്. എല്ലാ വാഹനം എവിടേക്കാണ്? മിനയിലേക്ക്. ഹജ്ജിൻ്റെ 1-ാമത്തെ ഫറള് ഇഹ്റാം ചെയ്തില്ലേ? ചെയ്തു. ഇനി നമ്മൾ പോകുകയാണ് എവിടേക്ക്? മിനയിലേക്ക്. അള്ളാഹ് ഒരു 6 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ. ഇൻഷാ അള്ളാഹ് നടന്ന് പോവുകയാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ ഇൻഷാ അള്ളാഹ്. ബസ് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് സമയം നോക്കാം ഇൻഷാ അള്ളാഹ്. ചിലപ്പോൾ 5 മണിക്കൂറേ ആകുള്ളൂ. വാഹനങ്ങൾക്കല്ലേ ലൈസൻസ് ഉള്ളത്, നടക്കുന്നവർക്ക് ലൈസൻസ് ഉണ്ടോ? ഓനക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? നടക്കാം. അപ്പം അതുകൊണ്ട് വാഹനത്തിലോ അതല്ലെങ്കിൽ നടന്നോ എങ്ങനെയാണെങ്കിലും പാടില്ല. നമ്മൾ എവിടെ എത്തണം? ദുൽഹിജ്ജ 8-ന് ദുഹറിന് മുമ്പ് നമ്മളൊക്കെ എവിടെ എത്തണം? മിനയിലെത്തണം. അൽഹംദുലില്ലാഹ് മിനയിലെത്തി. നിങ്ങളൊന്ന് മിന കണ്ടോളി. ഒന്നിൻ്റെ ഒപ്പം നിങ്ങളിങ്ങനെ ഉറങ്ങിക്കൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ പ്രശ്നമാകാൻ നിൽക്കണ്ട. ഞാൻ മലപ്പുറത്ത്, നിങ്ങൾക്ക് അറിയില്ല. അല്ല അതൊന്നും നിങ്ങൾ പറഞ്ഞില്ല ഒന്നും. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം കുറച്ച്. അള്ളാഹു ഖൈർ തരട്ടെ. അള്ളാഹു നീ റാഹത്ത് നൽകണേ അള്ളാഹ്. ഒന്നിവിടെ ശ്രദ്ധിച്ചോളി. മിനയിലേക്ക് പോവുകയാണ് നമ്മൾ. കഅബ ഷരീഫിൽ നിന്ന് 6 കിലോമീറ്ററിൻ്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ് മിന. മിന എന്ന് പറഞ്ഞാൽ 2 മലകൾക്കിടയിലുള്ള ഒരു കൊച്ചു സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മുനാക്കർ റഹിം. മുനത്തായി വരെ ഉമ്മയുടെ ഗർഭാശയം പോലെ. എന്താ അമ്മാൻ്റെ ഗർഭാശയത്തിൻ്റെ പ്രത്യേകത? ഒരു കുഞ്ഞ് ചെറിയ മട്ടത്തിൽ ഗർഭാശയത്തിൽ കിടക്കാം. കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ വലുതായി പ്രസവിക്കാനായപ്പോഴേക്ക് എത്ര കിലോ ഉണ്ട്? 3 കിലോ ഉണ്ട്. ഗർഭാശയത്തിൽ വിശാലമായോ അല്ലേ? മറ്റൊരു ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ 2 കുട്ടികൾ, ഗർഭാശയം വിശാലമായോ ആയില്ലേ? മിനാത്തായി വര ഉമ്മയുടെ ഗർഭാശയം പോലെയാണ്. ആളെത്ര വരുന്നോ അതനുസരിച്ച് വികസിക്കും.
അതാണ് മിനയുടെ പ്രത്യേകത. ഒന്ന്. രണ്ടാമത്തത്, മിനയിൽ ഒരു പള്ളി കാണും, മസ്ജിദുൽ ഖൈഫ്. എന്താണ് ആ പള്ളീൻ്റെ പേര്? മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മസ്ജിദുൽ ഖൈഫ്. അള്ളാഹു നമുക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. മസ്ജിദുൽ ഖൈഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് ഫറളായ ഹജ്ജ് ചെയ്യുമ്പോൾ നബി തങ്ങൾ മിനയിൽ നിന്ന സ്ഥലം, ആ സ്ഥലമാണ് മസ്ജിദുൽ ഖൈഫ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. എന്താണ്? ആ സ്ഥലത്ത് മൂസാ നബി അടക്കം 70 അമ്പിയാക്കൾ സുജൂദ് ചെയ്ത സ്ഥലമാണത്. 70 അമ്പിയാക്കൾ അങ്ങനത്തെ സ്ഥലത്താണ് ആ പള്ളി. അവിടെ പോയി നിസ്കരിക്കാൻ ആവതാക്കണേ അല്ലാ. നമ്മൾ മിനയിൽ താമസിക്കണ ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയിട്ട് എന്താക്കണം? നിസ്കരിക്കണം. എല്ലാ ദിവസവും പോകാൻ പറ്റിയ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്. അപ്പം മസ്ജിദുൽ ഖൈഫ് മിന തായ്വര. മറ്റൊരു പ്രത്യേകത അവിടെ ഉണ്ട്. അതേതാണ്? ജംറകൾ എറിയേണ്ടത് അവിടെയാണ്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതിന് പുറമെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുത്തിട്ട് അള്ളാഹിൻ്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഇബ്രാഹിം നബി കൊണ്ടുപോയ സ്ഥലമാണ് മിന തായ്വര. ഇന്ന് നമുക്കവിടെ എത്തിയാൽ ളുഹർ അവിടെ നിസ്കരിച്ചു, അസർ, മഗ്രിബ്, ഇശാഇ, പിറ്റേ ദിവസത്തെ സുബൈ, 5 നേരത്തെ നിസ്കാരം അവിടെ നിന്ന് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ സുന്നത്താണ്. അതൊക്കെ എന്താണ്? ഒരു വക്കത്ത് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഹജ്ജിനെ ബാധിക്കും അത് ഇല്ല. ഒന്ന് പഠിച്ചു വെക്കണം. അപ്പം നമ്മൾ ഇൻഷാ അള്ളാഹ് എന്തിനാ അവിടെ താമസിക്കണത്? നാളെ അറഫയാണ്, സ്വർഗം തേട്ടുന്ന ദിവസം. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് നമ്മളെ വലിയ വലിയ കമ്പനിക്കാരൊക്കെ ഇപ്പോൾ ആൾക്കാർ, എൻജിനീയർമാരും മറ്റുള്ളവരൊക്കെ കൂട്ടിയിട്ട് വയനാട്ടിലൊരു റിസോർട്ടുണ്ട്, അവിടെ പോയി ഇരുന്നിട്ടാണ് ആലോചന. അല്ലേ? അവിടെ പോയി ഇരുന്നിട്ട് ആലോചന. വലിയൊരു ഒരു കോളേജ് നടത്തുന്ന പ്രിൻസിപ്പാൾമാരെല്ലാം കൂടി അവിടെ റിസോർട്ട് ഇട്ടിട്ട് അവിടെയാണ് ആലോചന. എന്തിനു വേണ്ടി? നമ്മളെ ഫ്രീ മൈൻഡിൽ നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ. അപ്പോൾ ഓരോരുത്തരും മറ്റ് ശുഗലില്ലാതെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരും. മിനായിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. 18-ാമത്തെ വയസ്സിൽ ചെയ്ത തെറ്റ്, 19-ാമത്തെ വയസ്സിൽ ചെയ്തത്, രാത്രി ചെയ്തത്, പകൽ ചെയ്തത്, ഇങ്ങനെ ഓർത്ത് മിനയിൽ വെച്ച് അള്ളാഹിനോട് കരയണം. റബ്ബേ റബ്ബേ റബ്ബേ. ആ തെറ്റുകളൊക്കെ അവിടെ നിന്ന് അള്ളാഹിനോട് എണ്ണി പറയണം. അതിനാണ് അവിടെ പോയത്. ദിൽഹിജ്ജ 8-ന് മിനയിൽ രാപ്പാർത്തു. ദിൽഹിജ്ജ 9, ദിൽഹിജ്ജ മാസം 9 സുബഹിയായപ്പോഴേക്ക് ഇനി ഒരു പ്രവാഹമാണ്. ഈ കൊല്ലം ഹജ്ജിന് 20 ലക്ഷം ആളുകൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 20 ലക്ഷം ആളുകളും ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. അതാണ് അറഫ. അതാണ് ഏത്? അറഫ. ഇൻഷാ അള്ളാഹ് ബസ്സിലും കാറിലും തീവണ്ടിയിലും അതേപോലെ തന്നെ ട്രെയിനിലും അതേപോലെ നടന്നും ജനം മുഴുവനും ലബ്ബൈക അല്ലാഹുമ്മ എല്ലാവർക്കും ചോറ് തരാം. പിന്നെ നിങ്ങൾ എന്തിനു ബേജാറാകുന്നത്? യാ റബ്ബ്, ബിരിയാണി തരാം എല്ലാവർക്കും. എന്നാൽ പോരെ? ഇൻഷാ അല്ലാഹ് ബിരിയാണി ഉണ്ടാക്കി, ബിരിയാണി വെറും ചോറ് ഉണ്ടാക്കി, അതെല്ലാം ഇപ്പം കയ്യിൽ കിട്ടും, വാസന വരാൻ തുടങ്ങിയിരിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബേജാറാകണ്ട. ഒന്നിങ്ങനെ സന്തോഷത്തിൽ ചോറ് കിട്ടും എന്നുള്ള ഉഷാറിൽ ഇരുന്നോളി. അള്ളാഹു നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ, തടസ്സമില്ലാതെ ഞങ്ങളെ അറഫയിലെത്തിക്കണേ അല്ലാഹ്. നമ്മളെ ബസ് ഇങ്ങനെ ചെന്ന്, നിങ്ങൾ കണ്ട ഒരു പള്ളി, അല്ലാഹ് എന്തൊരു പള്ളിയാണ് പടച്ചോനെ, മിനാരങ്ങളെ കൊണ്ട് നിറഞ്ഞ പള്ളി. ആ പള്ളീൻ്റെ പേരെന്താണെന്നറിയോ? മസ്ജിദ് ഇബ്രാഹിം. എന്താ പേര്? മസ്ജിദ് ഇബ്രാഹിം. നമ്മൾ അറഫൻ്റെ അതിർത്തിക്കാണ്ട് എത്തുമ്പോൾ 3/4 ഭാഗം അറഫൻ്റെ പുറത്തും 1/4 ഭാഗം അറഫൻ്റെ അകത്തും, അങ്ങനെ അറഫൻ്റെ അതിർത്തിയിലുള്ള പള്ളി. എന്താ പള്ളീൻ്റെ പേര്? നേരത്തെ നമ്മൾ മിനയിൽ ഒരു പള്ളി പറഞ്ഞു, അതിൻ്റെ പേരെന്തേനും? മസ്ജിദുൽ ഖൈഫ്. ഈ പള്ളി ഏതാ? മസ്ജിദ് ഇബ്രാഹിം. മസ്ജിദ് നമിറ എന്നും ഒരു പേര് ആ സ്ഥലത്തേക്ക് ചേർത്ത് ആ പള്ളിക്കുണ്ട്. ആ പള്ളി ഇങ്ങനെ കണ്ട്, നിങ്ങൾ കണ്ടോ പള്ളി? നിങ്ങളിപ്പോൾ ഇവിടെ തന്നെയാണ്, പിന്നെ നിങ്ങളെങ്ങനെ കാണുക? കണ്ടോ? കണ്ടില്ലേ? ആ പള്ളിൻ്റെ അവിടുന്ന് ആചാരം ഒന്ന് വലഭാഗത്തേക്ക് നോക്കിയോ? നല്ല ഒരു മല കണ്ടോ? നിറയെ കല്ല് മാത്രമാണ് ആ മലമ്പല്. ആ മലൻ്റെ പേരാണ് ജബലുർ റഹ്മ. എന്താ പേര്? അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം? ആ കല്ലുകൾക്കിടയിൽ ഒരു വലിയ മുനാരുണ്ട്. ആ മലമ്പൽ ഒരു മുനാരങ്ങനെ വെച്ചിട്ടുണ്ട്. അതേതാ? നബി മുഹമ്മദ് മുസ്തഫ
സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ബീവി ആയിഷ, ബീവി ഫാത്തിമ, അവരെല്ലാവരും കൂടി 1,40,40,000 ആളെ കൂട്ടി മുത്തുനബി ഹജ്ജിന് ചെന്നിട്ട് നബിതങ്ങൾ അറഫയിൽ നിന്ന സ്ഥലം അവിടെ നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇത് മുഴുവനും മൗഖൂഫാണ്, ഇത് മുഴുവനും നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്നു. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ശ്രദ്ധിക്കണേ. ളുഹർ മുതൽക്കാണ് അവിടുത്തെ സമയം, സൂര്യൻ മധ്യത്തിൽ മുതൽക്ക്. മനസ്സിലായോ? നമ്മൾ നേരത്തെ എത്തിയാൽ ഒതു കൊടുത്തൊക്കെ റെഡിയാക്കി കാത്തു നിൽക്കുക. ളുഹറോടുകൂടെ അറഫയിൽ ഇൻഷാ അള്ളാ ഔദ്യോഗിക സമയം തുടങ്ങി. അറഫയിൽ എത്തുക, അതാണ് ഫറള്. അറഫയിൽ നമ്മൾ താമസിക്കുക, അതാണ് ഫറള്. ഇനി അതിൻ്റെ ഒപ്പം ദിക്ർ ചെല്ലുക, നല്ല ഉഷാറായി. എന്നാ ചെല്ലല്ലേ നിങ്ങളൊരു ഉഷാറിലിരുന്നാൽ വേണ്ട. എന്താ വേണ്ടിയാ നിങ്ങൾ പറയും പോലെ ചെയ്യും. എന്നാ ഒരു കാര്യം ചെയ്യും, 100 കുൽഹു അല്ലാഹു എന്താ ഓതേണ്ടത്? ഇപ്പം അതാണ് ഓതിയാൽ നമുക്ക് ചോറ് കഴിക്കാം. റെഡിയല്ലേ? ഇന്നല്ല, അവിടുന്നാണ് ഈ പറയണത്. നിങ്ങൾ ബേജാറാകാൻ നിൽക്കരുത്. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ളുഹർ നിസ്കരിച്ചു. ഏത് നിസ്കരിച്ചു? ളുഹർ നിസ്കരിച്ചു. ഉടനെ 100 കുൽഹു അല്ലാഹു, 1 100 ആയത്തുൽ കുർസി, 2 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100. അങ്ങനെ ആ ബുക്കിൽ നോക്കിയാൽ കാണും ഇങ്ങനെ സ്വലാത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് അങ്ങനെ 100. അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ റബ്ബിന് അസർ വരെ എല്ലാവരും അവിടെ. ഇപ്പം എങ്ങനെയെന്നറിയോ? അറഫയിൽ 200 ആളുകൾക്ക് താമസിക്കാനുള്ള ഹൈമുണ്ട്. ഇതേപോലത്തെ ഹൈമ 200 ആളാണ് ഒരു ഹൈമയിൽ. മനസ്സിലായില്ലേ? ആ 200 ആൾ ആ ഹൈമയിൽ ളുഹർ നിസ്കരിച്ച് അവിടെ ഇരുന്നിട്ട് എല്ലാവരും ദിക്ർ ചൊല്ലി, എല്ലാവരും ഖുൽ ഹുവല്ലാഹു, എല്ലാവരും ആയത്തുൽ കുർസി, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവരും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് അങ്ങനെ ചൊല്ലി അസർ വരെ. അസർ കഴിഞ്ഞാൽ ഹൈമയിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി. എന്നിട്ട് കുറച്ച് വെയിലത്ത് നിൽക്കുക. എവിടെ നിൽക്കുക? തണൽ നോക്കി പോകുകയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അറഫയിൽ നിന്ന് കുറച്ച് എവിടെ നിൽക്കണം? വെയിൽ കിട്ടേണ്ട സ്ഥലത്ത് വെയിൽ കിട്ടണം, സൂര്യപ്രകാശം തട്ടണം. ഗർഭിണികൾക്ക് കുറച്ച് സൂര്യപ്രകാശം തട്ടണം, ചെറിയ മക്കൾക്ക് കുറച്ച് സൂര്യപ്രകാശം തട്ടണം. ഗർഭിണിയും വെയിൽ കൊള്ളണില്ല, കുട്ടികളും കൊള്ളണില്ല. അപ്പോൾ പിന്നെ കുട്ടിയൊക്കെ അത്തരത്തിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ ഫ്ലാറ്റ് ജീവിതമായല്ലോ. അപ്പോൾ അറഫയിലെ വെയിൽ കുറച്ച് കൊള്ളണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവിടെ നിന്നിട്ട് നമ്മളെല്ലാം ഇനി നമുക്ക് സുബ്ഹാനല്ലാഹ് ഒരു 4 മുതൽ 6 വരെ അറഫയിൽ കണ്ണീരിൻ്റെ മഴയാണ്. രാജാവും പ്രജയും, ഉസ്താദും ശിഷ്യനും, ഷെയ്ഖും മുരീദും, മുതലാളിയും തൊഴിലാളിയും അവിടെ ഇല്ല. എല്ലാവരും അള്ളാഹിൻ്റെ മുമ്പിൽ കൊച്ചു കുട്ടികളെപ്പോലെ കരയുക. അതാണ് അറഫ. എല്ലാവരും കരയുക, അവരവരുടെ ദോഷങ്ങൾ ഓർത്തുകൊണ്ട്. സ്വർഗത്തെ പ്രതീക്ഷിച്ച കരച്ചിൽ, നരകത്തെ പേടിച്ച കരച്ചിൽ, അതാണ് അറഫ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പോഴേക്ക് അങ്ങേ തലക്ക ജബലുർ റഹ്മാൻ്റെ അവിടെ ഖുതുബ കേൾക്കുന്നുണ്ടാകും, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകും. ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇൻഷാ അള്ളാഹ്. ഇനി ഒരു കണ്ണീരിൻ്റെ കൂട്ടം മഴയാണ് അസർ മുതൽ മഗ്രിബ് വരെ. ആ മഴ അങ്ങോട്ട് പെയ്ത് തോർന്ന് ബാഫക്ക് തങ്ങൾ അവിടെ കരഞ്ഞില്ലേ? ഉള്ളാൾ തങ്ങൾ പാപ്പ അവിടെ കരഞ്ഞില്ലേ? ശംസുല്ലുലമ അവിടെ കരഞ്ഞില്ലേ? സുൽത്താനുലുലമ അവിടെ കരഞ്ഞില്ലേ? എന്തിന്? മൂസാ നബി അലൈഹിസ്സലാം വറ്റാത്ത കണ്ണീരോടെ കരഞ്ഞില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം കരഞ്ഞില്ലേ? ആദം നബി അലൈഹിസ്സലാം കരഞ്ഞില്ലേ? ആ കരച്ചിലിൻ്റെ സ്ഥലമാണ് അറഫ. അതൊരു വല്ലാത്ത സ്ഥലമാണ്. സമയം മഗ്രിബിയോടടുത്തു. അറഫയുടെ സമയം കഴിയാണ്. ഏത് ശ്രേഷ്ഠമായ സമയം, രാവും പകലും ഒരുമിച്ച് കൂടുന്ന അവിടെ എത്തിയപ്പോൾ ആളുകൾ പോരാൻ തുടങ്ങി, ആളുകൾ അറഫ വിടാൻ തുടങ്ങി. വിടുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അറഫയുടെ അതിർത്തിയിൽ ഇങ്ങനെ എത്തിയപ്പോൾ അറഫിൻ്റെ പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ മലായിക്കത്ത് ഇങ്ങനെ ചുമരിൽ മുട്ടിയിട്ട്, മോനെ ഭാഗ്യവാൻ, നിന്റെ പേര് സ്വർഗത്തിലേക്ക് തന്നിരിക്കുന്നു, മോളെ ഭാഗ്യവതി, നിന്റെ പേര് അള്ളാഹു സ്വർഗത്തിലേക്ക് തന്നിരിക്കുന്നു. ആ വിവരം നമ്മുടെ വലഭാഗത്തുള്ള മലക്കിന് കിട്ടും. അൽഹംദുലില്ലാഹ്. നമുക്ക് മലക്കളെ കേൾക്കാൻ കഴിയൂലല്ലോ. അറഫയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അറഫ കഴിഞ്ഞ് പിരിയുന്നവരോടൊക്കെ മലായിക്കത്ത് ഇങ്ങനെ അള്ളാഹിൻ്റെ ഓർഡർ പ്രകാരം വിളിച്ചു പറയും,
നിങ്ങൾക്ക് അല്ലാഹു ദോഷം പുറത്തിട്ടുണ്ട്, നിങ്ങളെ സ്വർഗത്തിൽ ചേർത്തിട്ടുണ്ട്. ആ ഭാഗ്യം തരണേ അല്ലാ, ഇൻഷാ അല്ലാ. എന്നാൽ പിന്നെ പോരല്ലേ. ഇനി അറഫയിൽ നമ്മൾ പോണത് മുസ്ദലിഫയിലേക്കാണ്. എവിടേക്കാണ്? മുസ്ദലിഫയിലേക്കാണ് ഇൻഷാ അല്ലാ. മഗ്‌രിബിക്ക് അറഫ വിട്ടാൽ നമ്മൾ ചില ആൾ 9 മണിക്ക് തന്നെ എത്തും, ചില ആൾ 10, ചില ആൾ 11. എന്തായാലും 12 മണിക്ക് മുസ്ദലിഫ എത്താതിരിക്കില്ല. ഒരു 12 മണിയാകുമ്പോൾ രാത്രി പകുതിയായി. ഇനിയാണ് മുസ്ദലിഫയിൽ നിൽക്കേണ്ടത്. മുസ്ദലിഫയിലെത്തിയാൽ ഒന്നും ആലോചിക്കണ്ട. അവിടെ വരുന്ന ആളെല്ലാം കയ്യിലൊരു ബെഡ്ഷീറ്റ് കരുതിയിട്ടുണ്ടാവും. ആ ബെഡ്ഷീറ്റ് നിലത്ത് വിരിക്കുക, ഹലോ എന്ന് പറഞ്ഞിട്ട് കിടക്കുക. തലയണയും പായൊന്നും നോക്കണ്ട അവിടെ. ഒറ്റ കയ്യും വെച്ചിട്ട് കിടത്തുക. ചില ആൾക്ക് ലൈറ്റത്ത് ഉറക്കം വരില്ല, ചില ആൾക്ക് ശബ്ദം ഉണ്ടായാൽ ഉറക്കം വരില്ല. അവിടെ എല്ലാവരും ഉറങ്ങാണ്. എല്ലാവരും അവിടെ കടന്നിട്ട് 12 മണിക്കാണ് കടന്നിട്ട് ഇൻഷാ അല്ലാ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. നിങ്ങൾ ആമീനൊരു പറ്റ ഇതായിപ്പോയല്ലോ. ഒരു 12 മണിക്കൂർ ഉറങ്ങിയാൽ ഒരു 3 മണിക്കൂർ പോരെ ഉറക്ക്. ഒരു 3-3.5 മണിക്കൂറൊക്കെ ഉറങ്ങി അള്ളാഹു ആവതാക്കട്ടെ. ഞാൻ എൻ്റെ പൂർണ്ണമായ രീതിയാണ് പറയണത്, മനസ്സിലായോ? കുറച്ചേരം ഉറങ്ങിയാലും സംഗതി പൂർത്തിയാവും. അവിടെ ഉറങ്ങി നിങ്ങൾക്കൊരു രസം കേൾക്കണം. എന്താ അത്ഭുതം! സാധാരണ നമ്മൾ ഉറങ്ങി എണീറ്റാൽ ചായ ഉണ്ടോ, കാപ്പി ഉണ്ടോ, ബാക്കിയുള്ളതുണ്ടോ, ഇതൊക്കെ. അവിടെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അതിനേക്കാളും അത്ഭുതം. അതെന്താ? എഴുന്നേറ്റ് വരുന്ന ആളുകളൊന്നും ചായയും കാപ്പിയൊന്നും അല്ല നോക്കണേ. ഒരൊക്കെ എന്താക്കാണ്? കല്ല് പൊറുക്കാണ്. ഏത് പൊറുക്കാണ്? ത്വാഹ റസൂലുള്ളാഹി നബിതങ്ങൾ അറഫയിൽ നിന്ന് വാഹനപ്പുറത്ത് വന്നു, മശ്അറുൽ ഹറാമിൽ അവിടെ നിന്നു. റസൂലുള്ളാഹി ഒരു സഹാബിയോട് പറഞ്ഞു, മോനെ കല്ല് നോക്കുകയാണ്. ഒരു സഹാബി കല്ലെടുത്തിട്ട് 7 കല്ലെടുത്തിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ കല്ല് കണ്ടപ്പോൾ. കാരണം അധികം വലുതുമല്ല, അധികം ചെറുതുമല്ല. പിന്നെ അതിൻ്റെ വലിപ്പം കിതാബ് പറഞ്ഞത് ഒരു കടലക്ക മണിയുടെ വലിപ്പം. ഏതിൻ്റെ വലിപ്പം? ഒരു കടലക്ക മണിയുടെ വലിപ്പം. അല്ലാ, അങ്ങനത്തെ കല്ല് ലക്ഷക്കണക്കിന് അവിടെ ഉണ്ട്. കല്ലെടുത്തോ? നിങ്ങളിപ്പോൾ ഉറങ്ങി. നല്ല ആള്. വേറൊരു സംഗതി ഉണ്ട്, ഞാളല്ലെങ്കിൽ മക്കത്തെത്തിപ്പോ നിങ്ങൾ ഉറങ്ങിയോടെ തന്നെ ആയിപ്പോ. അപ്പം അതുകൊണ്ട് അല്ലാഹു റബ്ബി പടച്ചോനെ നീ ഖൈറ് നൽകണേ അല്ലാ. ഉറങ്ങി എണീറ്റ് റെഡിയായി കല്ലെടുത്തില്ലേ, എന്നാ ഒന്നെടുത്തോളി. 1 ഞാനിത് എണ്ണിച്ചത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലാവും? അങ്ങനെ തന്നെ എടുക്കണം, ഒന്നായിട്ട് ഭാര്യ എടുക്കാനല്ല. നമ്മൾ ഒന്നായിട്ട് ഭാര്യയിട്ട് ഇത് 7 ഉണ്ടാവും, ഇത് 10 ഉണ്ടാകും എന്ന് കരുതിയിട്ട് പറ്റുമോ? അത് എറിയുന്നിടത്തും നമ്മൾ എടുക്കുമ്പോൾ 7 ഒരു ദിവസം എറിയാൻ 7 കല്ല്. പിന്നെ അവിടെ 3 ദിവസം നിൽക്കുമ്പോൾ 3 സ്ഥലത്ത് എറിയണം, ഓരോ സ്ഥലത്തും 7. അപ്പോൾ ഒരു ദിവസം എറിയാൻ എത്ര കല്ല് വേണം? 21. 3 21 43. ഞായറാഴ്ച സ്കൂളിൽ പോകുന്നത് അതന്നെ ഞാനും പറഞ്ഞത്. 3 23 എത്രയാ? അതന്നെയല്ലേ ഞാനും പറഞ്ഞത്, 63. മറ്റേ 7 മറ്റേ 7 70. ഇപ്പം എത്രയായി? 63 7. ഞാൻ നിങ്ങളെ ഭാഗത്ത് തന്നെയാണ്. അയാൾ ഉറങ്ങണ ആളൊന്നും ഉണർന്നോട്ടെ എന്ന് വിചാരിച്ചതാ, വേറെ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഖൈറ് തരട്ടെ. എത്ര കല്ലായി? ചില ആളുകൾ പറയും അവിടെ നിന്ന് തന്നെ കല്ല് എടുക്കണം എന്നില്ല. ആ സ്വീപ്പിലൊന്നും നിങ്ങൾ പെടാൻ നിൽക്കണ്ട. ഇപ്പം അവിടെ വിട്ടാൽ എവിടെയും ഇത്ര സുഖമായിട്ട് കല്ല് കിട്ടൂല. അതൊക്കെ പഴയ കാലത്തേ. അപ്പം അതുകൊണ്ട് കല്ലെടുത്തില്ലേ. ഇപ്പം എത്ര കല്ലായി? ഒരു 4 ജാസ്തി എടുക്കല്ലേ നമുക്ക്? ഒരു 4 ജാസ്തി എടുത്തോളി, 4 5 ഒക്കെ. എന്തിന്? അഥവാ ഒരു കല്ല് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ എറിയുന്ന സമയത്ത് കല്ലില്ലാത്ത ഒരാളെ കണ്ട് എന്നാൽ കൊടുത്തൂടെ? അപ്പോൾ ഒരു 4 കല്ല് ജാസ്തി എടുത്തില്ലേ. അപ്പോൾ എത്രനായി? ഒരു 75 കല്ലായി അല്ലേ? ശരി. അപ്പോഴൊക്കെ ഉണ്ട് സുബൈൻ്റെ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു. ഏത് ബാങ്ക്? സുബൈൻ്റെ ബാങ്ക്. കിട്ടിയ സ്ഥലത്തുനിന്ന് വേഗം ഒതു കൊടുക്കുക, അല്ല ഒതു കയ്യിലുണ്ടെങ്കിൽ മുറുക്കാണ്ട് നിൽക്കുക. മനസ്സിലായി? നിങ്ങളെ കയ്യിലുള്ള ഈ കുപ്പി വെള്ളമല്ലേ, അതുപോലെ ഒതു കൊടുക്കാൻ എമ്പാട് മതി, 2 ആൾക്ക് ഒതു കൊടുക്കുക. അതുകൊണ്ട് അപ്പോൾ അള്ളാഹു തആല ഖൈറ് തരട്ടെ. കുറച്ച് വെള്ളത്തിൻ്റെ ഉപയോഗം കുറച്ചൊക്കെ അവിടെ മനസ്സിലാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ ഒതു കൊടുത്തു. അവിടെ ഉണ്ട് ആളുകൾ നിസ്കരിക്കണേ. നമുക്ക് ഇനി മലയാളികളാണ് നമുക്ക് ഈ സ്ഥലവും മതിയാവില്ല, ഒരു ഷർത്തും നമുക്ക് മതിയാവില്ല. നിങ്ങളാരും പേടിക്കണ്ട. അത് നായപാത്യ മണ്ണല്ല. ഒരു പശുവും അവിടെ മേഞ്ഞ് നടന്ന് മൂത്രമൊഴിച്ചിട്ടില്ല. ഒരു കണാരനും കുമാരനും അവിടെ മൂത്രമൊഴിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് നമ്മളെ നാട്ടിലത്തെ പോലെ, നമ്മളെ നാട്ടിൽ അങ്ങ് ചെടി നനയ്ക്കുന്ന പോലെ കിട്ടിയോടത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് മൂത്രമൊഴിക്കും.
ആ എങ്ങനത്തെ സ്വീപ്പൊന്നും എവിടെ ഇല്ല, അവിടെ ഇല്ല. അതുകൊണ്ട് ശുദ്ധമായ സ്ഥലമാണ്. ഉള്ള വിരിപ്പ് വേഗം വിരിക്കുക. എല്ലാവരും നിസ്കരിക്കണ കഅബ ഏതാന്ന് നോക്കുക. കഅബത്ത് നിങ്ങൾക്ക് തിരിയുക. സുബഹി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, നിസ്കരിച്ചില്ലേ? സുന്നത്തും ഫർദും നിസ്കരിച്ചില്ലേ? പൊട്ടിക്കരയുക. അവിടെ ഒരു കരച്ചിലുണ്ട്. എന്താ കരയേണ്ടത്? പടച്ചോനെ, അറഫയിൽ വെച്ച് നീ ഞങ്ങളെ ദോഷം പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ, ഇനി ഇബ്ലീസിനെ ഞങ്ങളെ കൂടെ വിടല്ലേ. നല്ല ആളുകളെ സ്വീപ്പാക്കാനാണ് ഇബ്ലീസ് കൂടുതൽ കൂടുക. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ഏതാ? നല്ല ആളെ നാശാക്കലാണ്. ഞാൻ ഇന്നാളെ ഒരു മഹല്ലത്തിൽ വയലിന് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇബ്ലീസ് അവിടെ വരുത്തില്ല എന്ന് പറഞ്ഞു. എന്നെ വെറുതെ പറയല്ല, ഇവിടെ ഇബ്ലീസ് വരുത്തില്ല ഉസ്താദേ. അപ്പം എന്താണെന്ന് വെച്ചു, ഇവിടെ അല്ലേ ഇബ്ലീസിൻ്റെ മെമ്പർഷിപ്പ് പൂർത്തിയായ സ്ഥലമാണ്. ആളുള്ള ആളെല്ലാം ഇബ്ലീസിൻ്റെ ആളായി മാറിയിരിക്കണം. ഇനി മൂപ്പര് വരണ്ടേ ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഏതായാലും വോട്ട് കിട്ടുന്ന ഉറപ്പായ അവിടെ സ്ഥാനാർത്ഥികൾ പോകലില്ല. സംശയമുള്ളവനോട് ചോദിക്കാനല്ല സ്ഥാനാർത്ഥി പോകുക. അപ്പം നോക്കുമ്പോൾ ആ മഹല്ലത്തിൽ ഇബ്ലീസ് പണി പൂർത്തിയാക്കിയ സ്ഥലമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ സ്വർഗം വാങ്ങി വരുന്ന ഹാജിയെ വഴി തെറ്റിക്കാൻ ഇബ്ലീസ് കൂടെ നിൽക്കും. റബ്ബ് കാക്കണേ റഹ്മാനെ, ഇബ്ലീസിൻ്റെ ചതിയൽ പെടുത്തല്ലേ അല്ലാ. ഇൻഷാ അല്ലാ മുസ്ദലിഫ വിട്ടു ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് ഏതാണ്? ജംറകൾ എറിയുക. ഏതാണ്? നമ്മളിവിടുന്ന് നടക്കുകയാണ്, മുസ്ദലിഫയിൽ നിന്ന് നേരെ നടക്കുകയാണ് ജംറയിലേക്ക്. ആദ്യത്തെ ദിവസം പെരുന്നാൾ ദിവസം. ഏതാ ദിവസം? പെരുന്നാൾ ദിവസം. നമുക്ക് അന്ന് രാവിലെ ഒരു സ്ഥലത്ത് എറിയണം. ഇവിടെ നോക്കി, മുസ്ദലിഫ കഴിഞ്ഞ് വരുമ്പോൾ 1 ഏറ് നിർവഹിക്കുക. 1 ഏതാണ്? ഏറ് നിർവഹിക്കുക. 2 മുടി കളയുക. 2 മുടി കളയുക. അല്ലാ. 3 കഅബ ശരീഫ് തവാഫ് ചെയ്യുക. 4 സഅയ് ചെയ്തില്ലെങ്കിൽ സഅയ് ചെയ്യുക. 5 അറവ് നിർബന്ധമുള്ള ആളുകൾ അറുക്കുക. ഇതൊക്കെ നടത്തേണ്ട സമയമായി. നമുക്കിപ്പോൾ 2 കാര്യം ചെയ്യാം. 2 കാര്യം ചെയ്യാം. 1, നമുക്ക് മുസ്ദലിഫയിൽ നിന്ന് നേരെ എറിയുന്ന സ്ഥലത്ത് പോകാം. ഏത് പോകാം? എറിയുന്ന സ്ഥലത്ത് പോകാം. ഇന്ന് ഒരു സ്ഥലത്താണ് എറിയേണ്ടത്. എന്താ എറിയേണ്ടത്? 3 സ്ഥലത്ത് ഇന്ന് എറിയണോ? വേണ്ട, നമ്മളെല്ലാവരും പോവുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ. ഇപ്പൊ എറിയുന്ന സ്ഥലത്ത് തിരക്കില്ല. എന്തുകൊണ്ട്? അതല്ലേ, പോകുന്ന വഴിയിലാണ് തിരക്ക്. ആ റോട്ടിന് വരുന്ന ആളെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ, രണ്ടാമത്തെ റോട്ടിൽ നിന്ന് വരുന്ന ആളെല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ, മറ്റേ റോട്ടിൽ നിന്ന് വരുന്ന ആളെല്ലാം 3rd ഫ്ലോറിൽ. അങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് ഈ റോട്ടിൽ വന്ന ആൾക്ക് തെറ്റാൻ കഴിയൂല. അതേ സ്ഥലത്ത് തന്നെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയി എറിയുന്ന സ്ഥലത്ത് എത്തി. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ 1ാമത്തെ സ്ഥലം അവിടെ കാണുന്നുണ്ട്, അവിടെ എറിയണ്ട. 2ാമത്തെ സ്ഥലത്ത് എറിയണ്ട. ലാസ്റ്റ് അവിടെ എത്തിയിട്ട് നോക്കുക, ഈ കല്ല് എവിടെയാണ് പോണത് എന്തായെന്നത് നോക്കി അതിൻ്റെ അടുത്തെത്തി കല്ല് വീഴുന്ന സ്ഥലമൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. എന്നിട്ട് ഇൻഷാ അല്ലാ കഅബ ശരീഫ് ഇടഭാഗത്തും മിന വലഭാഗത്തുമായിട്ട് അവിടെ നിൽക്കാം. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ എങ്ങോട്ട് നിൽക്കാം? നമ്മളെ വലഭാഗത്ത് ഏത്? മിന. ഇടഭാഗത്ത് ഏത്? കഅബ ശരീഫ്. അവിടെ നിന്നു. ഒന്ന് നോക്കാട്ടെ. 7 കല്ല് ഇടത്തെ കയ്യിലെടുത്തോളി. നിങ്ങളൊക്കെ എടുത്തോ? എന്നാ ഒന്ന് എടുക്കി. ഏത് കയ്യിലെടുക്കണേ? ഇടത്തെ കയ്യ്. പിന്നെ ഇതോ അതോ? പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഏത് കയ്യിൽ കല്ലെടുത്ത്? ഇടത്തെ കയ്യിൽ 7 കല്ല്. റെഡിയല്ലേ? ഇനി അവിടെ നിന്നിട്ട് എറിഞ്ഞോളി. പുരുഷന്മാർ ഇന്നെ നോക്കി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പുരുഷന്മാർ നല്ല ശക്തിയിൽ കൈപ്പൊക്കി എറിയണം. സ്ത്രീകളും എറിയണം. എങ്ങനെ? അവർ നെഞ്ചിൻ്റെ നേർക്ക് കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എല്ലാവരും എറിയന്നമാണ്. സ്ത്രീകൾ നെഞ്ചിന് നേരെ കൈ ഉയർത്തുക, പുരുഷന്മാർ നല്ലോണം. എത്ര ഏറെ എറിയണം? 1, 2, 3. ഒരാൾക്ക് തീരെ സുഖമില്ല, നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? 7 കൂടി കൂട്ടിയിട്ട് ഒറ്റ ഏറ്. അല്ലാഹു അക്ബർ. എന്നാലോ അങ്ങനെ ഒരാൾക്ക് വിഷമിച്ച് ചെയ്താൽ അയാളത് ഒറ്റ ഏറെ ആവുകയുള്ളൂ. ബാക്കി 6 വേറെ എറിയേണ്ടി വരും. എങ്ങനെ തന്നെ എറിയണം? ഓരോന്ന് തന്നെ എറിയണം. അതാണ് ഇതിൽ പഠിക്കേണ്ട കാര്യം. എറിഞ്ഞോ? എല്ലാവരും എറിഞ്ഞോ? എറിഞ്ഞില്ലേ? ഏറി കഴിഞ്ഞാൽ 1 മിനിറ്റ് അവിടെ നിൽക്കണ്ട. വേഗം പുറത്ത് കിടക്കാം. പോവല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് അപ്പോൾ ഉടനെ ചെയ്യാനുള്ളത് മുടി കളയലാണ്. ഏതാണ്?
മുടി കളയലാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ മര്യാദയൊക്കെ കുളിച്ചിട്ട് കുറച്ച് ദിവസമായി, എണ്ണ തേച്ചിട്ട് കുറച്ച് ദിവസമായി. എണ്ണ തേക്കാൻ, മുടി കളയാൻ, അതേപോലെ തന്നെ ഈ ചോദ്യകർത്താവ് ഒന്ന് ഉണരണം. ഇനി ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായി? ഒന്നാം തഹല്ലുൽ എന്നാണ് പറയാം. എന്താ പറയുക? ആദ്യത്തെ ദിവസത്തെ ഏറ് കഴിഞ്ഞാൽ തഹല്ലുൽ അവ്വൽ. ആ തഹല്ലുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തഹല്ലുലാകുമ്പോൾ എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഇഹ്റാം ചെയ്തു, അറഫയിൽ പോയി അല്ലേ? നമ്മൾ വന്നിട്ട് മുസ്ദലിഫയിൽ രാപ്പാർത്തു, എന്നിട്ട് എവിടെ എത്തി? മിനയിലെത്തി, ഏറ് നിർവഹിച്ചു. ഇനി നമുക്ക് വേഗം എന്ത് ചെയ്യാം? മുടി കളയാം. പോവല്ലേ? ആ ബാർബർ ഷാപ്പ് എത്ര എണ്ണുണ്ട് അവിടെ? ഒറ്റ ബൈക്ക് എങ്ങനെയാണ് നോക്കുമ്പോൾ ഒരു 200 ആൾക്ക് ഒറ്റ പ്രാവശ്യം ചെയ്യാം. അത്തരം ബാർബർ ഷാപ്പ്. പൈസ അവിടെ കുറവാണ്, ആകെ 10 റുപ്യയുള്ളൂ അവിടെ. ഇവിടെ എത്ര വേണം? ഇവിടെ ഒരാൾ മുടിയൊക്കെ കളയാണെങ്കിൽ എന്ത് വേണം? അപ്പം 100, അവിടെ 10 ഉള്ളൂ. അത്ര സുഖമാണ് ചെയ്യാൻ. അതുകൊണ്ട് പൈസ അധികമാവുമെന്ന് വിചാരിച്ചിട്ടൊന്നും കാത്തു നിൽക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ വേറൊന്നുണ്ട്. നിങ്ങൾ അവിടുന്ന് കളയുന്നില്ലെങ്കിൽ നമ്മൾ ടെൻറ്റിലെത്തിയാൽ അവിടെ ഉണ്ടാവും 5 റുപ്യക്ക്. എത്രക്ക്? 5 റുപ്യക്ക്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ 5 റുപ്യേൻ്റെതാകുമ്പോൾ തലമ കുറച്ച് ചുവന്ന വെള്ളമൊക്കെ ഉണ്ടാവും. തലമൽ കുറച്ച് മുടി നീറിലൊക്കെ ഉണ്ടാകും. മറ്റേതാകുമ്പോൾ മര്യാദക്ക് കഴിയും. അതിന് 5 റുപ്യേൻ്റെ കുറവുണ്ടല്ലോ. അതിന് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏറ് കഴിഞ്ഞ് സ്ത്രീകളൊക്കെ റൂമിൻ്റെ ടെൻറ്റിൽ പോയിട്ട് മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. മുടി കളയുമ്പോൾ ചൊല്ലേണ്ടത് കിതാബിലുണ്ട്, അത് നിങ്ങൾ ചൊല്ലുക. നോക്കുക, ഇങ്ങനെ വലഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി. പുരുഷന്മാരെ വലഭാഗം കളഞ്ഞു, ഇടഭാഗം കളഞ്ഞു, നടുഭാഗം കളഞ്ഞു. അൽഹംദുലില്ലാഹ്. മുടി കളയുന്നതോടുകൂടെ ഒന്ന് റബ്ബിനോട്, പടച്ചവനെ, ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ, ഹജ്ജ് കഴിഞ്ഞാൽ ആരെപ്പോലെ? ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ. നമ്മളെ കുട്ടിയുടെ മുടി കളയൽ 7-ാം ദിവസം മുടി കളയും അല്ലേ? നമ്മളെ മുടി ഇപ്പം കളയാൻ. അല്ലാ, കിബർ വേണ്ട, ഇനി അസൂയ വേണ്ട, ഇനി അങ്ങനത്തെ യാതൊരു അസുഖവും വേണ്ട. അള്ളാഹിനോട് പൊട്ടിക്കരയാം. നമ്മൾ ആകെ ചെയ്ത ദോഷം എത്ര ഉണ്ടാകും നമ്മളെ ജീവിതകാലത്ത്? നിങ്ങൾക്ക് ഇപ്പം വയസ്സത്തിരെ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇത്തിരി മൂപ്പർക്ക് പറഞ്ഞാൽ ബേജാറാണ്. നിങ്ങളത് പറഞ്ഞോളൂ. എത്ര വയസ്സത്തിരെ? 70. ഈ 70 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ ചെയ്ത ദോഷങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി പറയാനറിയോ? ഓർമ്മ ഉണ്ടോ? ഇല്ല. എന്നാൽ ഒരു കാര്യം ഇപ്പം ചെയ്തോളി. എന്താണിത്? തലമുടിയുടെ എണ്ണം കണക്കെ അള്ളാഹു ദോഷങ്ങൾ പൊറുക്കും. മുഹമ്മദ് മുസ്തഫ. ഈ 70 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങളെ തലയിൽ മുടിയില്ലേ? നിങ്ങളെ തലയിൽ എത്ര മുടിയുണ്ട്? എന്നാ നിങ്ങളതായിക്കോട്ടെ, എത്ര മുടിയുണ്ട്? നമ്മളെ മുടിൻ്റെ എണ്ണം നമുക്കറിയോ? എണ്ണമറ്റ എത്രയോ അല്ലേ? എന്ന പോലെ എത്രയോ ദോഷങ്ങൾ. ദോഷം മുഴുവനും മുടി കളയുമ്പോൾ പോകും. അപ്പം അങ്ങനത്തെ സംഗതിയാണ് മുടി കളയൽ. അതുകൊണ്ട് എല്ലാവരും മുടി കളഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാരക്ക. പടച്ചോനെ, ദോഷം പൊറുക്കണേ, ഇനി ഒരു ഇബ്ലീസിൻ്റെ കെണിവലയിൽ പെടുത്തല്ലേ, അള്ളാഹു ആവതാക്കട്ടെ. അപ്പം നമ്മൾ എറിഞ്ഞു, മുടി കളഞ്ഞു. ഇനി പോയിട്ട് കുളിച്ചോളി. കുളിക്കുമ്പോൾ എണ്ണ തേച്ച് കുളിക്കുക, സോപ്പ് തേച്ച് കുളിക്കുക. ഇൻഷാ അല്ലാഹ് കൂളി കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറച്ച് അത്തറൊക്കെ പുരട്ടുക, നമ്മളെ തുണിയും കുപ്പായൊക്കെ മാറ്റുക, ഒക്കെ റെഡി. പുതിയാപ്പളയും പുതിയണ്ണും സംസാരിക്കണ്ടേ? അതിനായിട്ടില്ല. ഞമ്മക്ക് അങ്ങനെ ഉണ്ട്. അപ്പോഴേക്ക് നമ്മൾ അവിടേക്ക് എത്തിപ്പോണ്ട, മനസ്സിലായില്ലേ? വേറെ നിക്കാഹും തലാക്കൊന്നും പറ്റുമോ? അപ്പം ഇല്ല, അങ്ങനത്തെ ഒന്നും പറ്റും. ഏത് പറ്റും? നമുക്ക് എണ്ണ പുരട്ടാം, അതേപോലെ തന്നെ അത്തറ് പുരട്ടാം, അതേപോലെ തന്നെ വസ്ത്രം ധരിക്കാം, ഒക്കെ പറ്റും. അള്ളാഹു ഖൈറ് തരട്ടെ, അള്ളാഹു ഖൈറ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ളുഹറായപ്പോഴേക്ക് ഇതൊക്കെ കഴിഞ്ഞു. ഏത് കഴിഞ്ഞ് അല്ലേ? ഏറ് കഴിഞ്ഞ്, മുടി കളഞ്ഞ്, ഒക്കെ റാഹത്തായി. ഇൻഷാ അല്ലാഹ് മുത്തവ്വിഫിൻ്റെ ഭക്ഷണം വരും. ഏത് വരും? മുത്തവ്വിഫിൻ്റെ ഭക്ഷണം വരും. അല്ലാഹ്, പണ്ടൊക്കെ മുത്തവ്വിഫിൻ്റെ ഭക്ഷണം കിട്ടാൻ നമ്മളെ നാട്ടുകാർക്ക് കഴിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് മന്തിയാണ്. ഏതാ വരിക? മന്തിയാണ്. ഇപ്പോഴോ? ഇപ്പം നമ്മളെ നാട്ടുകാർക്ക് കുഴിമന്തിയാണ്. ഓരോരോ ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തി നോക്കിയാൽ, ഇന്നാൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബസ് നമ്മളവിടെ വന്നിട്ട് ആ ഡ്രൈവർ ചോദിച്ചു, മലയാളി ഭക്ഷണം കിട്ടാൻ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. കേരളത്തിൽ വന്നിട്ട്. എന്തുകൊണ്ട്? എല്ലാ ഹോട്ടലിൻ്റെ അടുത്ത് എഴുതി വെച്ചിരിക്കണേ. എന്താ എഴുതി വെച്ചിരിക്കണേ? തന്തൂരി ചിക്കൻ. പിന്നെ ഈ കോയിൻ്റെ ഒരു ഭാഗ്യം കണ്ടെങ്കിൽ, മരണാനന്തര ബഹുമതി ഇത്ര അധികം കിട്ടുന്ന വേറെ ജീവിയില്ല. കോഴിയുടെ 2 കാലുമ്പോൾ നടക്കുമ്പോഴൊക്കെ പേരേതാ? കോഴി എന്ന് മാത്രമാണ്. ഇപ്പോഴോ? ഇപ്പം ഞാൻ ഇന്നാളൊരു ഹോട്ടലിൽ കയറി, ഞാൻ ചോദിച്ചു എന്താ മോനെ ഉള്ളതെന്ന് വെച്ചാൽ എരിപൊരി ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോട്ടെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഇതൊക്കെ നേരത്തെ നമുക്ക് ഇപ്പം നോക്കുമ്പോൾ മുത്തവ്വിഫിൻ്റെ ഭക്ഷണം വന്ന്. ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ചെറിയ ബോട്ടലിൽ അച്ചാറ് സൂക്ഷിച്ചോളി.
അത് ഈ മുത്തവീപ്പിൻ്റെ ഭക്ഷണം കിട്ടുമ്പോൾ അച്ചാറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അത് കഴിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മളെ ചോറും കറിയൊന്നും ഒലൊക്കെ ഉണ്ടാവില്ല. കണ്ണൂരത്തെ പെണ്ണുങ്ങൾ നല്ലോണം ആലോചിക്കണം. ഇവിടെ എല്ലാം പെണ്ണുങ്ങൾ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ, നമ്മളെ പെണ്ണുങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞോളി, ഒരു ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മളവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായി ഒന്ന് ഉറങ്ങണ്ടേ, ഒന്ന് ഉറങ്ങി ഇൻഷാ അള്ളാഹ് അന്ന് മിനയിൽ രാപ്പാർക്കാം. അന്ന് നമുക്ക് ക്ഷീണമായിരിക്കും, മിനയിൽ രാപ്പാർക്കാം. അന്ന് സാധിക്കുമോ മക്കത്തേക്ക് പോകാം, ഇല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് ഒരൊറ്റ നടത്തം. എങ്ങനെ നടക്കണത്? ലബ്ബൈക്കൊക്കെ കഴിഞ്ഞ്, ലബ്ബൈക്ക ഏറോട് കൂടെ ഏത് കഴിഞ്ഞ്, ലബ്ബൈക്ക കഴിഞ്ഞ് ഏറിയുന്നത് എങ്ങനെയാണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇനി തെക്ബീറിൻ്റെതാണ്, മനസ്സിലായില്ലേ? ഇനി നമ്മൾ മക്കത്തേക്ക്, മിനയിൽ നിന്ന് മക്കത്തേക്ക് നടന്നാൽ ഒറ്റ നടത്തെങ്ങനെ അങ്ങ് നടക്കുമ്പം എന്താണ് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്? അതിലെങ്ങനെയാണ് നടന്നാൽ ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഇറക്കമുണ്ട്. ആ ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റുണ്ട്, പിന്നെ കഅബത്തേക്ക് എത്തി. അത്രയേ ഉള്ളൂ നടക്കാൻ. ഇൻഷാ അല്ലാഹ് മക്കത്തെത്തി നമ്മൾ ഇൻഷാ അല്ലാഹ് കഅബ തവാഫ് ചെയ്യാം. ഫറലായ തവാഫ്, ഹജ്ജിൻ്റെ ഫറലായ തവാഫ് ഞാൻ ചെയ്യുന്നു. നേരത്തെ നമ്മൾ തവാഫ് ചെയ്തില്ലേ? തവാഫൊക്കെ ഒരുപോലെയാണ്. ഹജ്ജിൻ്റെ ഫറലായ തവാഫ് ഞാൻ ചെയ്യുന്നു. 7 പ്രാവശ്യം കഅബത്തെ ചുറ്റി, 7 പ്രാവശ്യം കഅബത്തെ ചുറ്റി. അവിടെ പുരുഷന്മാർക്കൊക്കെ ഷോക്സ് ഇട്ടിട്ട് തവാഫ് ചെയ്യാം. പുരുഷന്മാർക്കൊക്കെ എന്ത് ചെയ്യാം? കയ്യോറ ധരിച്ചിട്ട് തവാഫ് ചെയ്യാൻ പെണ്ണുങ്ങൾക്കൊക്കെ. എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ ഇഹ്റാമെന്ന് കഴിഞ്ഞിരിക്കണം, ഒന്നാം തഹല്ലുലേക്കാണ്. അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ്. പെരുന്നാളിൻ്റെ അന്നത്തെ പുതിയ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കഅബത്തിങ്ങ പോയിട്ട് പുതിയാപ്പിളായിട്ട് അന്ന് പ്രസവിച്ച കുട്ടിയെപ്പോലെ നമ്മൾ പോയിട്ട് തവാഫ് ചെയ്തു. തവാഫ് കഴിഞ്ഞ് സംസം കുടിച്ച് സഫാ മർവയിൽ സഅയ് ചെയ്തു. തവാഫുമായി സഅയുമായി. ഫറലായ തവാഫ്, ഫറലായ സഅയ് ചെയ്തില്ലേ? ഇൻഷാ അള്ളാഹ് അത് രണ്ടും കഴിഞ്ഞാൽ ളുഹറിൻ്റെ ബാങ്കാകും. അപ്പോഴേക്ക് എന്താകും? ളുഹർ അവിടുന്ന് നിസ്കരിക്കാം, ഇൻഷാ അള്ളാഹ്. അതിൻ്റെ പരിസരത്ത് നല്ല പീടിയുണ്ട്, മലയാളികളെ പീടിയുണ്ട്. മന്തി കിട്ടും, കുഴിമന്തി കിട്ടും, മറ്റേ മന്തി കിട്ടും. നിങ്ങൾ ഈ ഇവിടുത്തെ മന്തിയല്ല, നല്ല അവിടുത്തെ നെയ്യാടിൻ്റെ അതുകൊണ്ട് വെച്ച മന്തി ഉണ്ടല്ലോ, അത് കിട്ടും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവിടെ ഞാൻ ഇപ്പോൾ 10-30 കൊല്ലമായിട്ട് പോകുന്നത്. പല ഹോട്ടലും നമ്മളെ പരിചയക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം അവിടെ പരിചയമുള്ളടത്ത് കയറിയിട്ട് കഴിച്ചോളി, എന്നൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയ പൈസ കയ്യിലുണ്ടായാൽ മതി. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ അള്ളാഹുവെ നീ റാഹത്താക്കണേ അള്ളാഹ്. അസറിൻ്റെ ബാങ്ക് കൊടുത്ത് അസറും നിസ്കരിച്ച് വേഗം മിനായിലേക്ക് നടക്കാം. രാപ്പാർക്കാൻ എവിടെ പോകണം? രാത്രി താമസിക്കാൻ എവിടെ പോകണം? മിനയിൽ പോകണം. അതാണ് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ രാപ്പാർക്കുക. മനസ്സിലായോ? ഇന്നലെ നമ്മൾ രാപ്പാർത്തു, അതേ ടെൻറ്റിക്ക് തിരിച്ചു പോവുക ഇൻഷാ അള്ളാഹ്. ആ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കല്ലെറിയാം. ജംറത്തുൽ അഖബ, ജംറത്തുൽ ഉസ്ത, അവിടെ 3. ഇന്നലെ നമ്മൾ പോകുമ്പോൾ കണ്ടില്ലേ ആദ്യം? അതാണ് ഒന്നാമത്തത്. അവിടെ 7, രണ്ടാമത്തെ സ്ഥലത്ത് 7, മൂന്നാമത്തെ സ്ഥലത്ത് 7. ആദ്യത്തെ സ്ഥലത്ത് 7 എറിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് കഴിയുന്നത്ര ദുആ ചെയ്യാം. രണ്ടാമത്തെ സ്ഥലത്ത് 7 എറിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറി നിന്ന് കഴിയുന്നത്ര ദ്വാരക്ക. മൂന്നാമത്തെ സ്ഥലത്ത് എറിഞ്ഞ് വേഗത്തിൽ പോരുക ഇൻഷാ അല്ലാഹ്. ഇനി പിറ്റേന്ന് നമുക്ക് മക്കത്തേക്ക് ഇനി പോകണ്ട, എല്ലാം മക്കത്ത് പോയി ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മിനയിൽ രാപ്പാർക്കാം പിറ്റേ ദിവസം. മൂന്നാമത്തെ ദിവസം ളുഹർ നിസ്കരിച്ചിട്ട് പോയി എറിയ. മൂന്നാമത്തെ ദിവസം 3 സ്ഥലത്ത് ഏറി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. കല്ല് ബാക്കിയുണ്ടോ കയ്യിൽ? കല്ല് ബാക്കിയുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ മോക്ക് പെരണ്ടാക്കാൻ വേണ്ടി തറക്കല്ലിടാൻ ആ കല്ല് കൊണ്ടുവരണോ? അത് ഇബിലീസിന് എറിയാടുത്ത കല്ലാണ്, അത് തറക്കല്ലിടാൻ കൊണ്ടുവരണ്ട. ബാക്കിയുള്ള കല്ല് അവിടെ തന്നെ ഉപേക്ഷിക്കണം. ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അത് പഠിക്കേണ്ടതാണ് നമ്മൾ. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പം അതുകൊണ്ട് അവിടെ എടുത്ത കല്ല് അവിടെ തന്നെ ഉപേക്ഷിച്ചു ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങളിങ്ങനെ നോക്കി എൻ്റെ കൂടെ നിൽക്കി. നമ്മൾ ഹജ്ജ് ശരിയായോ നോക്കല്ലേ? ഹജ്ജിൻ്റെ ഫറള് 1 ഇഹ്റാം ചെയ്യുക. ചെയ്തില്ലേ? അറഫയിൽ പോകുക. പോയില്ലേ? തവാഫ് ചെയ്യുക. ചെയ്തില്ലേ? സഅയ് ചെയ്യുക. ചെയ്തില്ലേ? മുടി എടുക്കുക. ചെയ്തില്ലേ? എല്ലാ ഫറളും പൂർത്തിയായില്ലേ? ശരി. ഇനി വാജിബാത്ത് നോക്കാം നമ്മൾ. എന്താണ്? അല്ലാഹു റബ്ബി മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. ചെയ്തില്ലേ?
ശരി. പിന്നെ മുസ്ദലിഫയിൽ രാപ്പാർക്ക ആയോ ആയില്ലേ? അയ്യാമത്തെ ശരീക്കൻ്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്ക ആയോ ആയില്ലേ? 3 സ്ഥലത്തും എറിഞ്ഞില്ലേ? അല്ലാഹു റബ്ബി. ഇനി ഒറ്റൊന്നേ ബാക്കിയുള്ളൂ. അതേതാ? വദാഇന്റെ തവാഫ്. ഇൻഷാ അല്ലാഹ് നാട്ടിലേക്കോ മദീനയിലേക്കോ പോകാൻ ഒരുങ്ങുമ്പോൾ കഅബ ശരീഫിനോട് പോയി സമ്മതം വാങ്ങണം. നാട്ടിലേക്കോ മദീനയിലേക്കോ പോകാൻ ഒരുങ്ങുമ്പോൾ എന്ത് വേണം? കഅബ ശരീഫിനോട് പോയി സമ്മതം വാങ്ങണം. നമ്മൾ അന്ന് കഅബത്തിങ്ങൾക്ക് വന്നപ്പോൾ ആദ്യം കഅബത്തിങ്ങനെ ചെല്ലുമ്പോൾ എന്താ റുയത്തിൽ കഅബ ശരീഫിൻ്റെ ആദ്യത്തെ കാഴ്ച അത്ര മഹത്വത്തിലാണ് നമ്മൾ പോയത് അല്ലേ? അതേപോലത്തെ ഒരു രംഗം. അന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീര്, ഇപ്പോൾ വേർപാടിൻ്റെ കണ്ണുനീര്. കഅബ ശരീഫിനോട് തവാഫ് കഴിഞ്ഞ് മക്കത്തേക്ക് നമ്മളെത്തി. ഇനി തിരിച്ച് മദീന പോകാൻ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാൻ. അപ്പോൾ ഒരു തവാഫും കൂടി ചെയ്താൽ നമ്മളെ ഹജ്ജിൻ്റെ എല്ലാ അമലും പൂർത്തിയായി. ഹജ്ജിൻ്റെ ഫറളൊക്കെ കിട്ടിയില്ലേ? ഹജ്ജിൻ്റെ വാജിബാത്തൊക്കെ കിട്ടിയില്ലേ? നിങ്ങൾ പഠിച്ചത് ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ നിർബന്ധമായത്? അതാ നോക്കേണ്ടത്. റെഡിയല്ലേ? അള്ളാഹു ഖൈറ് തരട്ടെ, അള്ളാഹു ഖൈറ് തരട്ടെ. നമ്മൾ മദീനത്ത് പോയിക്കണോ? ഇല്ലല്ലോ. എന്നാ പോകല്ലേ? നിങ്ങളെന്താ ഒരു ഉഷാറില്ലാത്ത? മദീനത്ത് പോകല്ലേ? അതെന്താണെന്നറിയാം? നമ്മൾ മുത്ത് നബിൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. നമ്മൾ നബിയെ ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ വിശ്വാസപ്രകാരം ആകാശത്ത് നക്ഷത്രം ഉദിച്ചാൽ അതിൻ്റെ മധ്യത്തിൽ കാണാം 14-ാം രാവ് ചന്ദ്രൻ. ഇതുപോലെ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഇടയിൽ അമ്പിയാക്കൾക്കിടയിൽ 14-ാം രാവാണ് നബിയെ തങ്ങൾ. ആ തങ്ങളോട് നമ്മൾ പറയാണ്, നബിയെ ഉമ്മയും വാപ്പയും ഒക്കെ ഞങ്ങളെ കൈവിടും, അവർക്ക് ഞങ്ങളെ ഓർമ്മയില്ലാതിരിക്കും. ഉമ്മയെക്കാളും വാപ്പയെക്കാളും ഞങ്ങളെ ഓർത്ത് മഹ്ശറിൽ ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്ന നബിയെ അന്ത ഉമ്മും അം ആബു. അതൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ മദീനത്തേക്കാണ് പുറപ്പെടുക. മദീനയിലെത്തുമ്പോൾ സിറാത്ത് പാലത്തുമ്മക്ക് എത്തുമ്പോൾ നമ്മളെ കൈ പിടിക്കുന്ന ഒരേ ഒരാൾ മുഹമ്മദ് മുസ്തഫ. അതാണ് പറഞ്ഞത്, അന്താ മുൻജീന ഗാദ മിൻ ശഫാഅതിക സ്വഫാ. നമ്മൾ മുത്തുനബിൻ്റെ നാട്ടിലെത്തി. മദീന പള്ളി ദൂരെ നിന്ന് കാണുകയാണ്. മദീനയിലെ മലകൾ കാണുകയാണ്. മദീന പള്ളിയുടെ മിനാരം കാണുകയാണ്. മദീനയിലെ ഈത്തപ്പനത്തോട്ടങ്ങൾ കാണുകയാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ സ്വലാത്ത് കൂടുതൽ ചൊല്ലിയിട്ട് നമ്മൾ മുത്തുനബിൻ്റെ അടുത്തേക്കാട് എത്തുമ്പം നമുക്കൊരു സങ്കടം പറയാണ്ട്. എന്താ സങ്കടം? ഇർതകബ്തു അലൽ ഖാതാ. നബിയെ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബിൻ്റെ ഹളറത്തിൽ വന്നിട്ട് പാപികളായ ഉമ്മത്തികൾ അവരെ സങ്കടം ബോധിപ്പിക്കുമ്പോൾ ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ സാധുക്കളെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ രക്ഷപ്പെടലിന് വേണ്ടിയിട്ടാണ് നമ്മൾ മദീനത്തെത്തിക്കണത്. മദീനത്തെത്തി മുത്തുനബിനോട് സങ്കടം പറഞ്ഞിട്ട് പറയാം, അള്ളാഹിൻ്റെ റസൂലേ, അള്ളാഹുവിൻ്റെ നബിയെ, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്. അതുകൊണ്ട് അവിടുത്തെ ഹൗദുൽ കൗസർ ഒന്ന് തരുമോ? ആ ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണപ്പരിയൊക്കെ ചെല്ലുമ്പോൾ ആദ്യം ഒരു വെള്ളം കിട്ടുമല്ലോ, ഒരു സ്വീകരണ വെള്ളം. അത് ആൾക്കനുസരിച്ച് മാറും അല്ലേ? ഒരു കൈവെള്ളം അടിച്ചാൽ ഇളനീര് ജ്യൂസ് കിട്ടും, മറ്റേത് ഏത് ജ്യൂസ് കിട്ടും? ആപ്പിൾ ജ്യൂസ് കിട്ടും. സാധാരണ ഒരാൾ കല്യാണം ഉണ്ടാക്കിയാൽ ലൈം ജ്യൂസ് കിട്ടും അല്ലേ? അള്ളാഹിൻ്റെ റസൂല് ലോക നേതാവാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തയ്യാറാക്കി വെച്ച വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും, തേനിനേക്കാൾ മധുരം എന്ന് പറഞ്ഞാൽ ആർക്കും രുചിക്കുന്ന മധുരാണ്. അല്ലാഹു റബ്ബി, ആ വെള്ളം വാങ്ങി കുടിച്ചിട്ട് മുത്തുനബിനോട് അള്ളാഹുവിൻ്റെ റസൂലെ, സിറാത്ത് പാലം അക്കരെ കടക്കുന്നത് വരെ നമ്മളൊക്കെ നരകത്തിൻ്റെ ബൗണ്ടറിയിലാണ്. അതുകൊണ്ട് നബിയെ, ആ സിറാത്ത് പാലം അങ്ങ് അക്കരെ കടക്കാൻ അശ്ശഫാഅത ഹബ്ലനാ.
ഇതൊക്കെ ഇപ്പം മുത്തുനബി തരണമെങ്കിൽ നമ്മളെടുത്ത് എന്താ അങ്ങോട്ട് സംഭാവന കൊടുക്കാനുള്ളത്? മുത്തുനബിക്കൊരു ഹദിയ കൊടുക്കാൻ നമ്മളെടുത്ത് എന്താ ഉള്ളത്? എല്ലാവരും തീരുമാനിക്കുക 1,00,000 സ്വലാത്ത് മദീനത്തെത്തുമ്പോഴേക്ക് ചെല്ലാൻ. അള്ളാഹു അവതാക്കട്ടെ. അതാ എപ്പോഴും സ്വലാത്ത് ചെല്ലുക. അസ്സലാത്തു അലൻ നബി കുല്ലാ വഖ്തിൻ ദായിമാ. അതാണ് നമ്മളിങ്ങനെ മൗലിദ് ഓതിയിട്ട് സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നത്. ചെറുപ്പത്തിലേ നമ്മളിത് കേട്ട് പഠിച്ചതാണ്. അല്ലാഹ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. അള്ളാഹുവേ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാ, മുത്തുനബിൻ്റെ ഹളറത്തിലെത്തിക്കണേ അല്ലാ. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ നബിയല്ലാ. ഞങ്ങൾ ഈ ഉയർത്തിയ കയ്യുമായി മുത്തുനബിയെ മദീനത്ത് വന്ന് അവിടെ നിന്നൊന്ന് യാ റസൂലല്ലാ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ, തൗഫീഖ് നൽകണം അല്ലാ. കഅബ ശരീഫ് കാണാൻ ഞങ്ങൾ അത്ര കൊതിയായി, പൂതിയായി, ദാഹമായി. ഇനി ഒരു തടസ്സം തരല്ലേ അല്ലാ, ഇനി ഒരു ബുദ്ധിമുട്ട് തരല്ലേ അല്ലാ. ഈ അൽ മക്കർ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങളും ഞങ്ങളൊക്കെ ചേർന്ന് നല്ല ആലിമീങ്ങളെ സദസ്സ് അല്ലാ, നല്ല നല്ല മഹാന്മാരെ സദസ്സ്, എത്രയോ നല്ല ഉമ്മമാരൊക്കെ ഉണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ട് ഇതാ നിന്നിലേക്ക് കൈ ഉയർത്തുന്നു അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാന് സലാമത്ത് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ. അല്ലാ കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ, സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ, ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാ, ഒരാഫത്തിലും കൊടുക്കല്ലേ അല്ലാ. പടച്ചോനെ ഈ സ്ഥാപനം എത്ര ഞങ്ങളെ സ്ഥാപനങ്ങളുണ്ട്, മർക്കസുണ്ട്, സഅദിയയുണ്ട്, അതേപോലെ സിറാജുല്ലുദയുണ്ട്, നിലമ്പൂരിൽ നമ്മളെ മജ്മഉണ്ട്. അല്ലാ എത്ര എത്ര സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം പല മുഅ്മിനീങ്ങളും സഹായിച്ച് സഹകരിച്ച് നടക്കുകയാണ്. പടച്ചോനെ ഈ അൽ മക്കറിൽ ഞങ്ങൾക്ക് ഇത്ര ആളുകൾക്ക് ഇരിക്കാൻ സീറ്റ്, കറങ്ങുന്ന ഫാന്, അല്ലാ പെണ്ണുങ്ങൾക്ക് അവിടെ സൗകര്യം, ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം, ഞങ്ങൾക്ക് ഇടക്കിടക്ക് വെള്ളം, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം, ഞങ്ങൾക്ക് ഈ ക്ലാസ്സിന് സൗകര്യം, ഇതൊക്കെ ചെയ്തു തന്ന ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ, നീ ഉയർച്ച നൽകണേ അല്ലാ, നീ വളർച്ച നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിനൊരു തളർച്ച നൽകല്ലേ അല്ലാ. ഇതിനു വേണ്ടി അധ്വാനിച്ച പലരും വഫാത്തായി, നീ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. നമ്മളെ അമ്മങ്ങാനി അടക്കം പലർക്കും രോഗമാണ്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഒറ്റക്ക് ഖബറിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ ഫലം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ.